يا شيخنا يا شيخ مدبور أتينا بابكم راجين فوزا كاملا يا سيدي مدبور ولي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله يا شيخنا يا شيخ مدبور أتينا بابكم راجين فوزا كاملا يا سيدي مدبور ولي شيخنا പറ്റി എന്നേക്കാൾ ഒരുപാട് അറിയുന്നവരാണ് എൻ്റെ മുമ്പിലുള്ള എല്ലാവരും, ഏറെക്കുറെ ആളുകളൊക്കെ. മഹാനായ ശൈഖുനയുടെ ചരിത്രവും ശൈഖുനായെ ഒരുപാട് തവണ കണ്ടിട്ടും അനുഭവിച്ചിട്ടും ഉള്ള ഒരുപാട് ആളുകൾ ആണ് ഇവിടെ ഉള്ളവരെല്ലാവരും, ഏറെക്കുറെ ആൾക്കാരൊക്കെ. അതുകൊണ്ട് ബറക്കത്തിന് വേണ്ടി എന്നെ വിളിച്ചുകൊണ്ട് ശൈഖുനയെ പറ്റി കുറച്ച് പാടിപ്പറയാൻ വേണ്ടി പറഞ്ഞതുകൊണ്ട്, ഒരു ബറക്കത്ത് കിട്ടാൻ വേണ്ടി ശൈഖുനയെ കൊണ്ടുള്ള ബറക്കത്ത് കിട്ടണം. അല്ലാഹുവേ, ദുനിയാവിലും ആഖിറത്തിലും മഹാനവർകളെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. എൻ്റെ മുമ്പിലുള്ളത് മാലപ്പാട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ്: അലാ ഇന്ന ഔലിയ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഖുതുബുല്ലാ സിയം മാല എന്ന നേർച്ചപ്പാട്ടാകുന്നു. ഇതാണ് എൻ്റെ കയ്യിൽ ഇപ്പം കിട്ടിയത്. ഇത് അൽ മുഅല്ലിഫ് CKM അഷ്റഫ് മൗലവി കതിരൂർ അദ്ദേഹം ഉണ്ടാക്കിയൊരു പാട്ടാണ്. CKM അഷ്റഫ് മൗലവി കതിരൂർ എന്നൊക്കെ അറിയോ? ആളെപ്പോഴും ഹയാത്തിലുള്ള ആളാണ്. കഴിഞ്ഞ ആഴ്ചയും കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടില്ല, എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ ചോദിച്ചാണ്. അല്ലാഹു തആല അവർ നമ്മളൊക്കെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരുമാറാകട്ടെ. അവരുണ്ടാക്കിയൊരു പാട്ട് എൻ്റെ കയ്യിലുണ്ട്. അത് കുറച്ച് വരിയൊക്കെ ഞാൻ പാടും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഔലിയാക്കൾ ആരാണ്? ശർഹുൽ അഖായിദിൽ അതുപോലുള്ള കിതാബിലൊക്കെ അതിൻ്റെ നിർവചനങ്ങളുണ്ട്. വലി എന്നതിൻ്റെ ബഹുവചനമാണ് ഔലിയാ. ഔലിയാക്കളെ കറാമത്തുകൾ പറയാൻ എനിക്കുങ്ങൾക്കൊക്കെ നല്ല സുഖമുണ്ടാവും. ഈ കറാമത്ത് എന്തുകൊണ്ട് അവർക്ക് കിട്ടി, അത്ര വലിയ പദവിയിൽ അവരെന്തുകൊണ്ട് എത്തി എന്ന് എന്നെപ്പോലത്തെ ആൾക്കാർ ചിന്തിക്കാറില്ല. സ്വഹീഹുൽ ബുഖാരിയുടെ ഹദീസിൽ, ഖുദ്സിയായ ഹദീസിൽ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഔലിയാക്കളെ പറ്റി. ഏതൊരടിമയും, അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽപ്പെട്ട ഏതൊരടിമയും ഫർളുകൾ അതൊന്നും മുടക്കമില്ലാതെ ഫർളായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടല്ലാതെ വമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബു ഇലയ്യ മിമ്മ ഇഫ്തറൽതു അലൈഹി എന്നാണ് അല്ലാഹു തആല പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ച ഖുദ്സിയായ ഹദീസിലുള്ളത്. വമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബു ഇലയ്യ മിമ്മ ഇഫ്തറൽതു അലൈഹി, എൻ്റെ ഏതൊരടിമയും എന്നെ കൊള്ള അടുത്തിട്ടില്ല. മിമ്മാ ഇഫ്തറൽതു അലൈഹി, ഞാൻ ആ അടിമക്ക് ഫർളാക്കിയ കാര്യങ്ങൾ ആ അടിമ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട വേറൊരു കാര്യം വേറെ ഒന്നുമില്ല എന്ന് അല്ലാഹു തആല പറഞ്ഞതായി അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ അതിൻ്റെ ബാക്കി നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഹദീസാണത്. വമാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിലി ഹത്താ ഉഹിബ്ബഹു, ഫർളായ കാര്യം ഒന്നും മുടങ്ങാതെ ഫർളായത് ചെയ്യാനുള്ളതൊക്കെ ചെയ്ത്, ഫർളായത് തൊള്ള കൊണ്ട് വായ കൊണ്ട് പറയാനുള്ളതൊക്കെ പറയുന്നു. അങ്ങനെ ഫർളുകൾ മാത്രം ചെയ്തതിൻ്റെ പുറമെ വമാ യസാലു യതഖറബു ഇലയ്യ ബിന്നവാഫിലി, സുന്നത്തായ കാര്യങ്ങളും കണക്കില്ലാതെ ചെയ്തവരാണ്. ശൈഖുനായെ പറ്റിയുള്ള ഈ മാല, കതിരൂര് അഷ്റഫ് മൗലവിയുടെ മാല, അതിൽ പറയുന്നുണ്ട് തുടക്കം തന്നെ എങ്ങനെയാണെന്നറിയോ?
അതിൻ്റെ ജവാബ് കൊടുത്തിട്ടുണ്ട്. അല്ലാഹു ജല്ലല്ലാഹ് ജല്ല ജലാലുല്ലാഹ് സുൽത്താനുൽ ആരിഫീൻ സിയം ഖുത്ബുല്ലാഹ്. നിങ്ങളൊന്ന് എല്ലാവരും ചെല്ലിയ എനിക്കൊരു റാഹത്താണ്, അള്ളാഹ്ക്ക് വലിയ റാഹത്താണ്. അള്ളാഹു നമ്മളൊക്കെ റാഹത്തിൽ അള്ളാഹ് പൊരുത്തപ്പെടുമാറാകട്ടെ, പൊരുത്തപ്പെടണേ അള്ളാഹ്. എങ്ങനെ ചെല്ലണ്ട്? അല്ലാഹു ജല്ലല്ലാഹ് ജല്ല ജലാലുല്ലാഹ് സുൽത്താനുൽ ആരിഫീൻ സിയം ഖുത്ബുല്ലാഹ്. അതതിൻ്റെ ജവാബ്. ഒന്ന് എല്ലാവരും ചെല്ലിയല്ലപ്പോൾ ഒന്ന് ചൊല്ലിയതെന്ന് ഉറക്കനായാൽ വളരെ നല്ലതാണ്. ചൊല്ലിയത് ഒന്ന് ഉറക്കനായാൽ, കുണ്ടൂർ ഉസ്താദ് പറഞ്ഞത് ഉറക്കനെ ചൊല്ലാനാ. ഞാൻ ആകെ ഒരു ശൈഖിനെ കണ്ടത് കുണ്ടൂർ ഉസ്താദിനെയാണ്. അൽഹംദുലില്ലാഹ്. കുണ്ടൂർ ഉസ്താദ് ഞാൻ ചെറുമുക്കിൽ പ്രസംഗിക്കുമ്പോൾ, ചെറുമുക്ക് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് തിരൂരങ്ങാടിക്കടുത്ത്, 1997 എൻ്റെ ഓർമ്മ. അവിടെ ഒരു പള്ളിയിൽ നടക്കുന്ന മാസാന്ത ആഴ്ചയിൽ നടക്കുന്ന ദിക്റിൻ്റെ വാർഷികം ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. ശൈഖുന കുണ്ടൂർ ഉസ്താദ് ഒരുപാട് റസൂലുള്ളാഹിനെ പറ്റി മദ്ഹ് പാടിയ ആളാണ്. സ്വല്ലി യാ റബ്ബനാ സല്ലിമന്നാ അലാ ത്വാഹ യാസീൻ. സ്വല്ലി യാ റബ്ബനാ സല്ലിമന്നാ അലാ ത്വാഹ യാസീൻ. മുത്ത് മാണിക്യമാണ് വഹമീം. മുത്ത് മാണിക്യമാണ് വഹമീം. കൊണ്ടൂർ ഉസ്താദിൻ്റെ ഒരു വരിയാണത്, ഒരു ബെയ്ത്തിൻ്റെ തുടക്കാണ്. നിങ്ങളൊക്കെ ഒന്ന് ചെല്ലിയ സ്വലാത്താണത്. സ്വല്ലി യാ റബ്ബന, ചെല്ലു നിങ്ങൾ. സ്വല്ലി യാ റബ്ബന സല്ലിമന്ന, ചെല്ല് സല്ലിമന്ന അലാ ത്വാഹ യാസീൻ. അലാ, പിന്നെ മലയാളം, തനി മലയാളം, മുത്ത് മാണിക്യമാണ് വഹമീം എന്നുള്ളത് ഖുർആന്റെ ആയത്താണ്. സ്വല്ലി യാ റബ്ബന സല്ലിമന്ന അലാ ത്വാഹ യാസീൻ. സ്വല്ലി യാ റബ്ബന സല്ലിമന്ന അലാ ത്വാഹ യാസീൻ. മുത്ത് മാണിക്യമാണ് വഹമീം. മുത്ത് മാണിക്യമാണ് വഹമീം. സ്വല്ലി യാ റബ്ബന സല്ലിമന്ന അലാ ത്വാഹ യാസീൻ. സ്വല്ലി യാ റബ്ബന സല്ലിമന്ന അലാ ത്വാഹ യാസീൻ. മുത്ത് മാണിക്യമാണ് വഹമീം. മുത്ത് മാണിക്യമാണ് വഹമീം. നിങ്ങൾ ചെല്ലുന്നുണ്ടോ? സ്വല്ലി യാ റബ്ബന ത്വാഹ യാസീൻ. സ്വല്ലി യാ റബ്ബന സല്ലിമന്ന അലാ ത്വാഹ യാസീൻ. മുത്ത് മാണിക്യമാണ് വഹമീം. മുത്ത് മാണിക്യമാണ്. റബ്ബി ആത്തിൽ മുനാ ആത്തി സയ്യിദനാ വമഖാമാ. റബ്ബി ആത്തിൽ മുനാ ആത്തി സയ്യിദനാ വമഖാമാ. മിൻ ലദുൻക ലഹു വതമാമാ. മിൻ ലദുൻക ലഹു വതമാമാ. നർജു റുയതഹു. ഈ പാട്ട് പാടുന്നതിൻ്റെയും നേർച്ച കഴിക്കുന്നതിൻ്റെയും ഉറൂസിന് വന്നതിൻ്റെ ഒക്കെ അടിത്തറ നർജു റുയതഹു, ആ ഹബീബായ നബി തങ്ങളെ കാണലാണ്. ഹാഹുന ഈ ദുനിയാവിലും വഹുനാക്ക നാളെ ആഖിറത്തിലും. അല്ലാഹു തആല അല്ലാഹനെ കാണാൻ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്.
നിന്റെ ഹബീബായ റസൂലുള്ളാഹിനെ കാണാൻ വലിയ തൗഫീഖ് ശൈഖുനാ സിയം വലിയുള്ളാഹിനെ പോലത്തെ മഹാന്മാര് കണ്ടതുപോലെ ഞങ്ങൾക്കും വലിയ സൗഭാഗ്യം നൽകണേ അല്ലാഹ്. നർജൂ റുയതഹു ഹാഹുനാ ബിഹനാ വഹുനാക نرجو رؤيته ها هنا بهنا وهناك صل سلم عليه فداك صل سلم عليه فداك صل يا ربنا سلمنا على طه ياسين صل يا ربنا سلمنا على طه ياسين മുത്തുമാണിക്യമാണ് വഹമീം മുത്ത്. അൽഹംദുലില്ലാഹ്. അങ്ങനെ ചൊല്ലി ഉറക്കനെ ചൊല്ലണം എന്നാ കൊണ്ടൂർ ഉസ്താദ് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അന്ന് പറഞ്ഞു, ചെറുമുക്ക് ജീലാനി നഗർ എന്ന് പറയും ആ സ്ഥലത്തിൻ്റെ പേര്. ഉസ്താദ് എൻ്റെ പ്രസംഗം കേൾക്കുന്നോ ഞാൻ അറിഞ്ഞില്ല, പ്രസംഗം കേൾക്കുന്നുണ്ട് എന്ന് പിന്നെയാണ് മനസ്സിലായത്. ഞാൻ പറഞ്ഞു അധികം ഓവറായിട്ട് ദിക്ർ ഇങ്ങനെ ഒച്ചട്ട് ചെല്ലേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. അതിന് ഹദീസൊക്കെ ഓതിയിട്ട് ഞാൻ പറഞ്ഞു. ഉസ്താദ് പെട്ടെന്ന് നിങ്ങളുടെ ഒരു ദേഷ്യം പിടിച്ച മാതിരി വന്നിട്ട് സ്റ്റേജിലേക്ക് വന്നപ്പോൾ തന്നെ ഞാൻ മൈക്ക് ഒഴിവാക്കി കൊടുത്തു. ഞാൻ ബാക്കിലേക്ക് നിന്ന് ഉസ്താദ് പറഞ്ഞു, എന്തെന്നറിയോ, നമ്മളെ മൊയ്ലേര് പറഞ്ഞൊക്കെ ശരിയാണ്, മൊയ്ലേര് പറച്ചിലൊക്കെ വളരെ ഉഷാറാണ്, ആള് നല്ല ഉഷാറാണ്, മൊയ്ലേര് വയലൊക്കെ ഉഷാറാണ്, പക്ഷെ ദിക്ർ ഉറക്കനെ ചെല്ലണം. ഈ പറഞ്ഞ ഹദീസിൽ പറഞ്ഞത് ആരോട് പറഞ്ഞതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് സ്വഹാബത്തിനോട് പറഞ്ഞതാണ്. നമുക്കത് ബാധകല്ല, നമ്മൾ ഈമാൻ കുറഞ്ഞവരാ, അതുകൊണ്ട് ഉറക്കനെ ചൊല്ലണം. അപ്പം അതുകൊണ്ട് നമ്മളെ കതിരൂർ അഷ്റഫ് മൗലവിൻ്റെ ജവാബ് ഒന്ന് ഉറക്കനെ ചൊല്ലിക്കൂടെ നമുക്ക്? അല്ലാഹു ജല്ലല്ലാഹ് ജല്ല ജലാലുല്ലാഹ് സുൽത്താനുൽ അരീഫീൻ സിയം ഖുത്ബുല്ലാഹ്. അല്ലാഹു ജല്ലല്ലാഹ് ജല്ല ജലാലുല്ലാഹ് സുൽത്താനുൽ അരീഫീൻ സിയം ഖുത്ബുല്ലാഹ്. എൻ്റെ കയ്യിൽ കിട്ടിയ ഈ ഏടിൽ ഏത് കൊല്ലത്തിൽ അച്ചടിച്ചതാണെന്നോ ഈ പുസ്തകം കിട്ടണമെങ്കിൽ ഏത് അഡ്രസ്സിൽ ബന്ധപ്പെടണമെന്നോ ഒന്നുമില്ല. ഈ ആകെയുള്ളത് അൽ മുഅല്ലിഫ് CKM അഷ്റഫ് മൗലവി കതിരൂർ, അൽ നാഷിർ അബ്ദുറഹീം ഇബ്നു അലി അൽ കതിരൂരി, അങ്ങനെ 2 കതിരൂർക്കാരെ പേരുണ്ട്. അവരെ മൊബൈൽ നമ്പറോ അഡ്രസ്സോ ഒന്നും ഇതിലില്ല. പകർപ്പവകാശം പ്രസാധകരിൽ മാത്രം നിക്ഷിപ്തം എന്ന് എഴുതിയിട്ടുണ്ട് അറബി മലയാളത്തിൽ. സുഹൃത്തുക്കളെ, എന്നിട്ട് പറയാ അബ്ദഉ ബിസ്മില്ലാഹ് പിന്നെ ബിഹംദില്ലാഹ് റബ്ബിൽ ആലമീൻ വബിതൗഫീഖില്ലാഹ്. അല്ലാഹു ജല്ലല്ലാഹ് ജല്ല ജലാലുല്ലാഹ് സുൽത്താനുൽ അരീഫീൻ സിയം ഖുത്ബുല്ലാഹ്. നേരത്തെ ഇവിടെ ഫാദിലി, എന്താ മൂപ്പരുടെ പേര്? അബ്ദുറൌഫ് ഫാദിലി അല്ലേ, ഫയാസ് ഫാദിലി. മൂപ്പര് ചൊല്ലിയത് വേറെ മാലയാണ്. അത് നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനായ നൗഫൽ സഖാഫി അൽ അസ്ഹരി തവനൂരുണ്ടാക്കിയ മാലയാണ്. അത് ഞാൻ നോക്കിയിട്ടില്ല, നോക്കാൻ പറ്റാത്തതുകൊണ്ട് അതിലേക്ക് ഇപ്പോൾ ഞാൻ ചെല്ലുന്നില്ല. മുൻകൂട്ടി ഒരിക്കലെങ്കിലും നോക്കണം. മുസ്തഫ നബീലും അലാ സുഹബീലും നിന്റെ സ്വലവാത്തും തസ്ലീമും ഏകല്ലാഹ്. അല്ലാഹു ജല്ലല്ലാഹ് ജല്ല ജലാലുല്ലാഹ് സുൽത്താനുൽ അരീഫീൻ സിയം ഖുത്ബുല്ലാഹ്. ഖിയാമത്തോളമായി അവരെ തുടർന്നോർക്കും രക്ഷയും കരുണയും നൽകണേ യാ അല്ലാഹ്. സുൽത്താനുൽ അരീഫീൻ സിയം വലിയുല്ലാഹ് കശ്ഫും കറാമത്തും ഏറിയ ഖുത്ബുല്ലാഹ്. പേർപ്പറ്റോലിയായ കുഞ്ഞിമഹിങ്കോയ അവരാറ്റൽ ഇബ്നായി ജനിച്ച വലിയുല്ലാഹ്. അല്ലാഹു ജല്ലല്ലാഹ് ജല്ല ജലാലുല്ലാഹ് സിയം വലിയുല്ലാഹ്. നിങ്ങളാണ് മുമ്പിലിരിക്കുന്നുണ്ട്, വറക്കനെ ചെല്ലുന്നുണ്ട്. അല്ലാഹു തആല എപ്പോഴും ഖൈറായ വിഷയത്തിൽ നിങ്ങളെ മുന്നിലാക്കുമാറാകട്ടെ. നമ്മളെല്ലാവരും മുന്നിലാക്കാൻ ഈ മുന്നിലിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി എപ്പോഴും ദ്വാരക്കണം ഉസ്താദെ. എന്നാൽ ആൾക്കാർക്ക് മുന്നിലിരിക്കാൻ
ഒരു റാഹത്തിൻ്റെ ഉള്ളൂ. ഹുസൈൻ സഖാഫിയൊക്കെ എന്ന് പറഞ്ഞാൽ പല പാട്ടും CM വലിയുദ്ദാനെ പറ്റി അടക്കം പാടിയിട്ട് യൂട്യൂബിലൊക്കെ ഇട്ട ആളാണ്. അല്ലാഹു തആല എല്ലാം കബൂൽ ചെയ്യണേ അല്ലാഹ്. അപ്പോൾ ആര മോനാണ് ഒരു സംഗതി പറയുമ്പോൾ ആര മോന് എന്നുള്ളതാണ് പറയേണ്ടത്. പുലിയുടെ കുട്ടി പുലിക്കുട്ടിയാണ് അല്ലേ? അങ്ങനല്ലേ? ആരുടെ മകനാണ് എന്നാണ് അഷ്റഫ് മൗലവി ആദ്യം പറയുന്നത്. പേർ പേറ്റോലിയായ കുഞ്ഞിമാഹിൻ കോയ അവരാറ്റൽ ഇബ്നായി ജനിച്ചേ വലിയുള്ളാഹ് അല്ലാഹു ജല്ലല്ലാഹ് ജല്ല ജലാലുല്ലാഹ് സുൽത്താനുൽ ആരിഫീൻ സിയം ഖുത്ബുല്ലാഹ്. ഇവിടെ നമ്മൾ ആദ്യം തന്നെ ഉണ്ടാക്കിയ മൗലിദിലും അത് പറയുന്നുണ്ട്. അന്ന ശൈഖന ഖുത്ബുൽ ആലം എല്ലാവർക്കും അറിയണതാണ്. പക്ഷേ അവരെ പേര് പറയുമ്പോൾ, ശൈഖനയുടെ ബാപ്പാടെ പേര് പറയുമ്പോൾ നമുക്കും ഒരു ബറക്കത്ത് കിട്ടാനാണ്. അല്ലാഹുവേ, ആ ശൈഖനയുടെ ബാപ്പാടെ കൂടെ ബാപ്പമാരെ കൂടെ ഞങ്ങളെ സ്വർഗത്തിൽ ചേർക്കണേ അല്ലാഹ്. അഷേഖ് മുഹമ്മദ് അബാബക്കർ ബിൻ അവരെ ബാപ്പ അഷേഖ് കുഞ്ഞിമാഹിൻ കോയ മുസ്ലിയാർ, കുഞ്ഞിമാഹിൻ കോയ മുസ്ലിയാർ. അവരെ ബാപ്പാര ഇബ്നു ഷെയ്ഖ് മുഹമ്മദ് അൽ മഷ്ഹൂർ ബി കുഞ്ഞിമാഹിൻ മുസ്ലിയാർ. കുഞ്ഞിമാഹിൻ കോയ മുസ്ലിയാരെ ബാപ്പ കുഞ്ഞിമാഹിൻ മുസ്ലിയാർ. ഷെയ്ഖുനാടെ ബാപ്പാടെ പേര് കുഞ്ഞിമാഹിൻ കോയ മുസ്ലിയാർ. അവരെ ബാപ്പാടെ പേര് കുഞ്ഞിമാഹിൻ മുസ്ലിയാർ. മാഹിൻ എന്നാണ്. ഈ ബാപ്പാടെ ബാപ്പ അവരെ ഖബറാണ് ഇപ്പത്തെ പള്ളിൻ്റെ നടുവിൽ മിഹ്റാബിൻ്റെ തൊട്ടടുത്ത് കിഴക്ക് ഭാഗത്തായിട്ട് ഇപ്പത്തെ പുതിയ പള്ളിയുടെ ആ മിഹ്റാബിൻ്റെ തൊട്ടടുത്തായിട്ട് കിഴക്ക് ഭാഗത്തായിട്ട് പള്ളിൻ്റെ നടുവിലുള്ള ഖബർ, അത് ഷെയ്ഖിനോട് വാപ്പാടെ ഖബറാണ്. അല്ലദീ എങ്ങനത്തെ വാപ്പയാണ് എന്നറിയോ? ഹജ്ജ മറത്തൈനി മാഷിയ. ഇസ്മായിൽ മദനി മുഖം മൗലിദിൽ പറയാണ് അല്ലാഹു തആല അവരെയും നമ്മളെയും സ്വർഗത്തിൽ ചേർക്കണേ അല്ലാഹ്. ഹജ്ജ മറത്തൈനി മാഷിയം മിൻ മടവൂര. ഈ നാട്ടിൽ നിന്ന് 2 വട്ടം നടന്നിട്ട് ഹജ്ജിന് പോയിട്ടുണ്ട്. നടന്നിട്ട് ഹജ്ജിന് പോകൽ തെറ്റുള്ള സംഗതിയൊന്നുമല്ല. ചില ആൾക്കാരെ വർത്താനം കേട്ടാൽ അത് എന്തോ ഒരു ഭയങ്കര തെറ്റായിട്ടാണ് ചില ആൾക്കാരുടെ അവതരണങ്ങളൊക്കെ. റുവിയ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ ഫത്ഹുൽ മുഈനിൽ പറയാണ്, റുവിയ അന്ന ആദം അലൈഹിസ്സലാം ഹജ്ജ 40 ഹജ്ജത്തൻ മിനൽ ഹിന്ദി മാഷിയൻ. നമ്മളെ ബാപ്പ ആദം അലൈഹിസ്സലാം ഈ നാട്ടിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് 40 തവണ അങ്ങോട്ട് നടന്നുപോയി മക്കത്തേക്ക്. 39 തവണ അങ്ങോട്ട് മടങ്ങി വരികയും ചെയ്തു. അങ്ങനെ എത്ര ഹജ്ജ് ചെയ്തു? നടന്നു പോയിട്ട് 40 ഹജ്ജ് ചെയ്തു. അങ്ങനെ ഒരുപാട് ആളുണ്ട് ഇന്ത്യയിൽ ജീവിച്ചാൽ. ഇന്ത്യയിൽ കിതാബ് നോക്കിയാൽ നടന്നിട്ട് ഇന്ത്യയിൽ നിന്ന് ഹജ്ജിന് പോയവർ, ബഗ്ദാദിൽ നിന്ന് ഹജ്ജിന് പോയവർ, ഫലസ്തീനിൽ നിന്ന് ഹജ്ജിന് പോയവർ, അതുപോലെ ഇറാഖിൽ നിന്ന്, ഇറാനിൽ നിന്ന്, ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് പോയവർ ഉണ്ട്. കിതാബിലൊക്കെ ഉണ്ട്. നമുക്കറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറഞ്ഞാൽ പോരെ. ബഹുമാനപ്പെട്ട ശൈഖുനയുടെ ബാപ്പാടെ വാപ്പ ഉപ്പാപ്പ 2 തവണ ഹജ്ജിന് പോയിട്ടുണ്ട്. മർഖദുഹു ഷരീഫ്, അവരെ മർഖദ്, അവരെ ഖബർ പള്ളിൻ്റെ ഉള്ളിലാണ്. എന്നിട്ടിങ്ങനെ പറയാണ് സുഹൃത്തുക്കളെ, മൗലിദിൽ പറയാണ്, വകുല്ലുഹും മിനൽ ആരിഫീന വുലിദ ബി അർളി യുഖാലു ലഹാ മടവൂർ ഖരീബ കാലികൂത്ത് മിൻ ഇഖ്ലീം മലൈബാർ അലാ മസാഫത്തി 15 കിലോമീറ്റർ. കോഴിക്കോട്ട് നിന്ന് 15 കിലോമീറ്ററാണ് ഇങ്ങോട്ടുള്ള നദിയിൽ പറയണത്. ഞാൻ അളന്നു നോക്കിയിട്ടില്ല, അതുകൊണ്ട് കൃത്യമാണോ എന്ന് എനിക്ക് അറിയില്ല. ഞാൻ ഇപ്പോൾ അളന്നിട്ട് അതൊരു സുമാറ് പറച്ചിലാണ്. ഫി ഷർഖ് ശിമാലി സനത്, അതായത് ഷർഖ് ശിമാൽ എന്ന് പറഞ്ഞാൽ കിഴക്ക് വടക്കാണ്. കോഴിക്കോട്ടിൻ്റെ കിഴക്ക് വടക്കാണ്. അതിൻ്റെ തഹ്ഖീഖാണ്, അതിൻ്റെ റെഡിയാണ് ആ പറഞ്ഞത്. അവരെ ജനനം എന്താണെന്നറിയോ? സനത്ത് 1348 1348 അള്ളാന്റെ റസൂല് മദീനത്തേക്ക് പോയല്ലോ. ആ പോയതിന്റെ ഹിജറയുടെ കൊല്ലം കണക്കൂട്ടുകയാണെങ്കിൽ മക്കാവ് ബെട്ട് നബി പക്ക മദീന തണവായ്, പക്ക മദീന തണവായ്. कौन मराल मक्का बिट नबी पक्का मदीना तनवाय, पक्का मदीना तनवाय. ഹേറെ ദും എത്തിടുക ഈരാറും ഒത്ത ശഹർ
ബാറാൽ പൊറുത്ത പിറകേ ബാറാൽ പൊറുത്ത പിറകേ തക്കോവർ ഹമിദരും മിക്കോർ സ്വഹാബികളും ഒക്ക ഇരിക്കുമ്പോഴതിൽ ഇരിക്കുമ്പോഴതിൽ ജാസൂസോരുത്തർ വരെ യാസീൻ നബിക്കൊരു വിശേഷം വീരുത്തി പൊരുളായി വിശേഷം വീരുത്തി പൊരുളായി. അത് മോയും കൊട്ടുവൈദ്യരെ ബദർപ്പടപ്പാട്ടിലെ വരിയാണ്. ഏറെക്കുറെ എനിക്ക് കാണാപ്പാടുള്ളത് അതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ വിശദീകരണം കേൾക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് തന്നെ ഉണ്ട്. നിങ്ങൾ ഇസ്തിഗാസ ചെയ്താൽ മതി. ആരോടെ ഇസ്തിഗാസ ചെയ്യേണ്ടത്? യൂട്യൂബിനോട് ഇസ്തിഗാസ ചെയ്യാം, എന്നാൽ അതിൻ്റെ വിശദമായിട്ട് കേൾക്കാൻ പറ്റും ഇൻഷാ അല്ലാഹ്. അപ്പം ഇസ്തിഗാസ ഇല്ലാതെ ദുനിയാവിലും ആഖിറത്തിലും നമ്മളെപ്പോലത്തെ ആൾക്കാർക്ക് ഒന്നും നടക്കൂല. ആ റസൂലുള്ള മദീനയിലേക്ക് ഹിജ്റ പോയതിൻ്റെ എത്രാമത്തെ കൊല്ലാണ്? അവരെ വാപ്പാടെ വാപ്പ ജനിച്ചതെന്നറിയോ? 1348. അത് മാലപ്പാട്ടിലും പറയുന്നുണ്ട്. മുഹമ്മദ് അബൂബക്കർ എന്ന് പേരുള്ളവർ CM മടവൂര് പേരിൽ അറിയുന്നവർ കോഴിക്കോട്ടം നാളിൽ നിന്നും 11 മീലുകൾ ജനൂബ മടവൂരിൽ ജനിച്ചോവർ. കോഴിക്കോട്ട് നിന്ന് 11 മൈൽ ജനൂബ് നദി പറയണത്. ജനൂബ് പറഞ്ഞ തെക്ക്. കോഴിക്കോടിന്റെ തെക്കാണോ മടവൂര്? ഒരു കാലത്തിലും തെക്കാവൂല. തെക്കല്ല, ഉറപ്പല്ല. കോഴിക്കോടിന്റെ തെക്കുള്ളാരാ? ഞാൻ കോഴിക്കോടിന്റെ തെക്ക. ഞാൻ ജനിച്ച എവിടെയെന്ന് ചോദിച്ചാൽ പറഞ്ഞൊക്കെ വളരെ ശരിയാ. കോഴിക്കോട്ടിൽ നിന്നും ഒരുപാട് ജനൂബിൽ പാട്ടേരൻ ഉസ്താദ് മൗലൂദ് ആയോവർ എന്ന് പറഞ്ഞാൽ റെഡിയാ. അത് ജനൂബിലാ. ഇതെങ്ങനെ ജനൂബിലാകുക? ഒരു കോലത്തിൽ ഇത് കിഴക്കാണ്. അതവിടെ മൗലൂദ് നമ്മളെ ബഹുമാനപ്പെട്ട മുഖം ഇസ്മായിൽ ഉസ്താദ്, മദനി ഉസ്താദ് അല്ലേ, അവര് പറഞ്ഞു എവിടെ? ഫി ഷർഖി ഷമാൽ. അത് റെഡിയാ. കിഴക്ക് ഷമാൽ, ഷർക്ക് കിഴക്ക് വടക്ക് ഭാഗത്താണ് കോഴിക്കോട്ടിന്റെ അല്ലേ. കോഴിക്കോട്ടിന്റെ വടക്ക് കിഴക്ക് 15 കിലോമീറ്റർ എന്നാ പറഞ്ഞത്. ആയിക്കോട്ടെ, അത് അന്നത്തെ ബസ് അങ്ങനെ ആയിരിക്കും. ഇപ്പം പല വൈക്കുണ്ടല്ലോ, പല വൈക്കുണ്ട്. ഇന്നിപ്പോൾ ഞാൻ വന്നപ്പോണ്ട് അതിൽക്കൂടി വന്നപ്പോൾ മറ്റേ കുറ്റിക്കാട്ടൂർ കൂടി വരുമ്പോൾ ഏതൊക്കെ ഒരു കുണ്ടുന്നൊരു ബസ് വരുന്നുണ്ട്. ഒരു കുണ്ടുന്ന്. കാരണം അക്കാലത്ത് ഈ മൗലൂദ് ഉണ്ടാക്കുന്ന കാലത്ത് അവിടെ നിന്ന് റോഡ് ഉണ്ടാവില്ല. ആയിക്കൂടെ ഇപ്പോൾ റോഡ് വന്നു പോയി. കുറ്റിക്കാട്ടൂരല്ല, അതിൻ്റെ ഉള്ളിൽ ഏതൊരു സ്ഥലം. അപ്പം സുഹൃത്തുക്കളെ, ഫി ഷർഖി ഷമാൽ ബഹുമാനപ്പെട്ടവർ ജനിച്ചതെന്നാണ് അങ്ങനെ പറയാണ്. അപ്പോ ബഹുമാനപ്പെട്ട ശൈഖുനാ അല്ലാഹു തആല അവരെല്ലാവരും വലിയ മഹാന്മാരാണ്. എല്ലാവരും വലിയ മഹാന്മാരാണ്. എന്നിട്ട് പറയാണ് ശൈഖുനാടെ ജനനത്തിനെ പറ്റി, ശൈഖുന CM വലിയുല്ലാഹിയുടെ ജനനത്തിനെ പറ്റി പറയാണ്. 1348 കൊല്ലത്തിലാണ് ജനിച്ചത്. ലോകത്ത് ഏറ്റവും വലിയ ബറക്കത്തുള്ള ജനനം നടന്നത് എന്നാണ്. അത് റസൂലുള്ളാഹിനെ പെറ്റ അന്നാണ്. റബീഉൽ അവ്വൽ 12-നാണ്. അതേ റബീഉൽ അവ്വൽ 12-നാണ് ബഹുമാനപ്പെട്ട ശൈഖുനയുടെ ജനനം. മുഹമ്മദ് അബൂബക്കർ എന്ന് പേരുള്ളവർ CM മടവൂര് ഇസ്മിൽ അറിയോവർ കോഴിക്കോട്ടം നാട്ടിൽ നിന്നും 11 മീലുകൾ ജനൂബാം മടവൂരിൽ ജനിച്ചോവർ. മീലുകൾ ജനൂബ് എന്ന് പറഞ്ഞതിന് വേറെ വല്ല മായനുണ്ടോ? അല്ലാഹു അലം. അൽഫും പിൻ സൗമൂന്ന് 48 അതാണ് കവികളെ കഴിവ്. 1000 അൽഫും പിൻ സൗമൂന്ന് എന്ന് പറഞ്ഞു. സൗമൂന്ന് പറഞ്ഞാൽ 300. അവിടെ സൗ എന്ന് പറയുമ്പോൾ ആ രീതി അങ്ങനെ കിട്ടുള്ളൂ. 100 എന്ന് പറഞ്ഞാൽ അത്ര ട്യൂൺ ഒക്കൂല. അതിന് സൗ എന്ന് പറഞ്ഞാൽ അത് ഉറുദുവാണ്. സൗ 3 100 എന്നർത്ഥം അല്ലേ? അങ്ങനെയല്ലേ ജനിച്ചത് അല്ലേ? 1348 ഹിജറയുടെ 1348 കൊല്ലത്തിലാണ്
മഹാനവർകൾ ജനിച്ചത് അൽഫും പിൻ സൗമൂന്ന് 48 റബിഉൽ 12 തിങ്കളിൽ ഉദിത്തോവർ. എവിടെയാ പെറ്റത്? ഈ പൊരയിലാണോ? അല്ല, അത് അടുത്ത വരി തന്നെ ഉണ്ട്. ഞാൻ ഉസ്താദിനോട് ചോദിച്ച് ഇവിടെ തന്നെ സംഭവം നീ തന്നെ ഉണ്ട്. കളപ്പിലാവിൽ എന്ന ഭവനത്തിൽ പിറന്നോവർ, പിന്നെ ചിറ്റടിമീത്തൽ ദാറിൽ വസിത്തോവർ. ഇതാണ് ചിറ്റടിമീത്തൽ എന്ന് പറഞ്ഞ വീട്. ഈ വീടാണ്, അതാണ് CM എന്ന് പറയുന്നത്. അത് ഇവിടെ ഈ കോഴിക്കോട് ജില്ലയിലൊക്കെ അങ്ങനെ ഒരാള് ഇപ്പോൾ ഒരു വീട്ടിൽ താമസിക്കുകയാണെങ്കിൽ അതായിരിക്കും വീട്ടുപേര്. അവിടുന്ന് മാറി കളപ്പിലാവിലായിരുന്നു അന്നത്തെ വീട്ടുപേര്, കളപ്പിലാവിലായിരിക്കും. പിന്നെ കളപ്പിലാവിൽ നിന്ന് മാറിയിട്ട് എവിടേക്ക് താമസിച്ചു? ചിറ്റടി മീത്തൽക്ക് താമസിച്ചപ്പോൾ വീടിൻ്റെ പേര്, പുരപ്പേരെന്തായി, വീട്ടുപേരെന്തായി? ചിറ്റടി മീത്തലായി. അങ്ങനല്ലേ? ഞങ്ങളുടെ നാട്ടിലേക്ക് മാറൂല. ഞങ്ങളുടെ നാട്ടിലെ വിഷയം അങ്ങനെ. ഞങ്ങൾ മലപ്പുറത്തും മണ്ണാർക്കാടൊക്കെ അങ്ങനെ. ഉസ്താദിനെല്ലാം അറിയാം മണ്ണാർക്കാട്, നമ്മളെ ആലിക്കുട്ടി സക്കാഫിക്ക് നന്നായിട്ട് അറിയാം. എൻ്റെ വീട്ടുപേര് കാരയിലാണ്. എൻ്റെ 101ാമത്തെ മകൻ ലണ്ടനിൽ പോയി താമസിച്ചാലും പറയൽ കാരയിൽ ഫുലാനെ പറയുള്ളൂ. ആയിക്കോട്ടെ, കുഴപ്പമില്ല, അതിനൊന്നും പ്രശ്നമൊന്നുമില്ല. തറവാട് മാറൊന്നുമില്ല. അതാ താമസിക്കുന്ന വീടിൻ്റെ പേരാണ്. അതിൽ വലിയ വിഷയമൊന്നുമില്ല. അതിനെപ്പറ്റി അതിൻ്റെ പിന്നിൽ സൈക്കിളെടുത്ത് കൂടും വേണ്ട, അതിൻ്റെ പിന്നാലെ സൈക്കിളെടുത്ത് കൂടും വേണ്ട. ഏതായിരുന്നു? രണ്ടും വലിയ ബറക്കത്താ. ഏത് രണ്ടും? ഒന്ന് കളപ്പിലാവിൽ വലിയ ബറക്കത്താ. എന്തുകൊണ്ട്? മഹാന്മാര് ജനിക്കണ സ്ഥലം ബറക്കത്തുള്ള സ്ഥലമാണ്. അതാര് പറഞ്ഞു? എല്ലാരും പറഞ്ഞു. ആരാ പറയാത്തത്? അബന മൗലിദു അൻ തീബി ഉൻസുരിഹി യാ തീബ മുബ്തദഇൻ മിൻഹു വമുഖ്തതമി മൗലായ ചെല്ലു സ്വലാത്ത്. മൗലായ സ്വല്ലി വസല്ലിം دائما أبدا على حبيبك خير الخلق كلهم. അബാന മൗലിദുഹു അൻ തീബ്. ഒരാളെ മൗലിദ് ഇമാം ബൂസീരി തങ്ങൾ പറയാൻ, ഒരാളെ ജനിച്ച സ്ഥലം തന്നെ അറിയിക്കുന്നുണ്ട്. അൻ തീബി ഉൻസുരിഹി, റസൂലുള്ളാഹിനെ പെറ്റ മക്ക എന്ന് പറയുന്ന രാജ്യം അതറിയിക്കുന്നുണ്ട്. അൻ തീബി ഉൻസുരിഹി, റസൂലുള്ളാഹിന്റെ പരിശുദ്ധിയെ അറിയിക്കുന്നുണ്ട്. ആ സ്ഥലത്തിനെ കൊണ്ട് ഈ ജനിക്കപ്പെട്ട കുട്ടിക്ക് ബറക്കത്ത് കിട്ടിയിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ കെയർ ഓഫിൽ അങ്ങനെയല്ല. റസൂലുള്ളാഹിന്റെ കാര്യം പറയുമ്പോൾ ഈ കുട്ടിയെ കൊണ്ട് മക്ക രാജ്യത്തിന്റെ ബറക്കത്ത് കിട്ടിയിട്ടുണ്ട്. അതുപോലെ കളപ്പിലാവിലെന്ന് പറയുന്ന വീട്ടിൽ ജനിച്ചു. അപ്പൊ ശൈഖുനായെ കൊണ്ട് കളപ്പിലാവിൽ വീട് വലിയ ബറക്കത്തുണ്ടായി. ഈ ചരിത്രം അറിയുന്ന വിഷയത്തിൽ വളരെ പിന്നിലാണ് എല്ലാവരും. ഞാനും അങ്ങനെ തന്നെയാണ്. എന്നോട് പാടാൻ പറഞ്ഞുകൊണ്ട് ഞാൻ പാടി പറയുന്നത് മാത്രമേ ഉള്ളൂ. ഞാനിപ്പോൾ അവിടെ നിന്ന് അസറിന് ശേഷം ചായ കുടിച്ചു. CM മക്കാമിൽ സിയാറത്തൊക്കെ ചെയ്ത് പള്ളിയിൽ നിന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞ് അസർ കഴിഞ്ഞ് അപ്പം ഞാനൊരു ചായ അല്ല വെള്ളം കുടിച്ചു. അവിടെ ചായ ഇല്ല ആ പീടിയിൽ. പച്ചവെള്ളം കുടിച്ചു, മിനറൽ വാട്ടർ. അപ്പോൾ ആ പീടിയക്കാരനോട് ചോദിച്ചു, കടക്കാരനോട് ഞാൻ ചോദിച്ചു എന്ത് സ്കൂളിൻ്റെ പേര്. വെളുത്തേടത്ത് പറമ്പ് സ്കൂള്, അത് ഏത് ഭാഗത്താന്ന് ചോദിച്ചു. അതിൽ അയാൾ കണ്ട് ചൂടായിട്ട് എന്നോട് സംസാരിച്ചു. ഓരോരുത്തരെ പ്രസംഗിച്ചാണ്ട് ഓരോരുത്തരും കൂടെ പറയും കേട്ട് ഞാനും ആ കുടുംബത്തിൽപ്പെട്ടതാ, ഇവിടെ അങ്ങനെ പറമ്പൊന്നുമില്ല. ഭയങ്കര സ്ട്രോങ്ങിലും ഞാൻ ഒന്നും മുണ്ടിയില്ല. കാരണം ഞാൻ ഈ നാട്ടുകാരനല്ലല്ലോ. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ തന്നെ വേറെ ആളെ വിളിച്ചു, പ്രായമുള്ള ഒരാളെ. അല്ല കായേ, ഇവിടെ വെളുത്തേടത്ത് പറമ്പ് സ്കൂൾ ഉണ്ടായിരുന്നോ? ആ സ്കൂൾ ഉണ്ടായിരുന്നു. അതെവിടെ? അത് നമ്മളെ വാപ്പമാരൊക്കെ പഠിച്ച സ്കൂളാണ്. അപ്പം നിങ്ങൾ കണ്ടിക്കോ. ഞാൻ കണ്ടിട്ടില്ല. അയാളും പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അപ്പം ഞാൻ പറഞ്ഞു അതുകൊണ്ട് ഇനി മേലാൽക്ക് ഞാൻ പറയരുത്, നിങ്ങൾക്ക് അറിയാത്ത കാര്യം. അല്ല, അത് എനിക്ക് ഓർമ്മയില്ലാത്തതുകൊണ്ടാണ്. ഓർമ്മയില്ലെങ്കിൽ ഓർമ്മയില്ല എന്ന് പറഞ്ഞാൽ പോരെ. എനിക്ക് ഓർമ്മയില്ല എന്ന് പറഞ്ഞാൽ പോരെ. കളപ്പിലാവിൽ സ്കൂൾ ഇല്ല എന്ന് പറയാൻ പറ്റുമോ? കളപ്പിലാവിൽ സ്കൂളിലെ മാനേജറായിരുന്നു എന്നാണ് ആര്? ശൈഖുന CM വലിയുള്ളാടെ ബാപ്പ കുഞ്ഞുമായും കോയ മുസ്ലിയാർ. ഇപ്പം അങ്ങനെ സ്കൂളില്ല, അത് ശരിയാണ്. ഇപ്പം സ്കൂളൊക്കെ വേറെ സ്കൂളാ. അതൊക്കെ അപ്പം എന്താ വിഷയം? ചരിത്രം അറിയുന്ന വിഷയത്തിൽ അതൊന്നുമില്ല. വെറുതെ മൊയ്ലിയന്മാർ പ്രസംഗിക്കുക. ഏത്? വെളുത്തേടത്ത് പറമ്പ് സ്കൂള്, വെളുത്തേടത്ത് പറമ്പ് ലോവർ പ്രൈമറി സ്കൂള്. നമ്മൾ ആലിക്കുട്ടി സക്കാഫി പറഞ്ഞു എൻ്റെ ഉമ്മ അവിടെ പഠിച്ചതാ. ആ സ്കൂളിൽ ശൈഖുന CM വലിയുള്ളയും രണ്ടാളും അവിടെ പഠിച്ച അല്ലേ? രണ്ടാളും അവിടെ ഒരുമിച്ച് പഠിച്ചതാണ്. അങ്ങനെ സ്കൂളുണ്ട്.
എന്നോട്. അപ്പോൾ ഇയാൾ ഈ ചൂടാകുന്ന ആൾ വേറൊരാളെ വിളിച്ചിട്ട് ഇങ്ങനെ വെളുത്തേർത്ത് പറഞ്ഞ എവിടെയെന്ന് ചോദിച്ചപ്പോൾ മറ്റേ ആൾ പറഞ്ഞു ഇവിടെ അങ്ങനെ സ്കൂളൊക്കെ ഉണ്ടായിട്ടുണ്ട്, എനിക്കോർമ്മയില്ല എന്ന് പറയും. പക്ഷെ എൻ്റെ വാപ്പിയും ഉമ്മയൊക്കെ അവിടെ പഠിച്ചിട്ടുണ്ട് എന്ന് പറയാം. പക്ഷെ അത് നിഷേധിക്കുന്നിടത്ത് ആ പ്രശ്നം, അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറഞ്ഞാൽ പോരെ. സുഹൃത്തുക്കളെ, അതുകൊണ്ട് ഞാൻ പറയുന്നത്, ബഹുമാനപ്പെട്ട ശൈഖുനായ പെറ്റത് റബീഉൽ അവ്വൽ 12-നാ. അതൊരു നല്ല ശുഭലക്ഷണമാണ് അല്ലേ? ഒരാൾ ജനിക്കുന്ന ടൈം നന്നാവുക, ഒരാൾ വഫാത്താകുന്ന ടൈം നന്നാവുക. ചിലര് പറയും അതിനങ്ങനെ പ്രത്യേകത ഒന്നും ഇല്ലാന്ന്. ആര് പറഞ്ഞു? ഫത്ഹുൽ മുഈൻ നോക്ക്, സൈനുദ്ദീൻ മഖ്ദൂം ഞങ്ങൾ പറഞ്ഞില്ലേ എന്ത്? ഒരാൾ വഫാത്താകുന്നത് വെള്ളിയാഴ്ച രാവിലായാൽ അവിടെ തന്നെ ഇആനത്തിൽ നോക്കാം, നമുക്ക് നോക്കാം. റസൂലുള്ളാഹിന്റെ ഹദീസ് വിശദീകരിക്കുന്നു സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ. എന്ത്? വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച പകലിലോ ഒരാൾ വഫാത്തായാൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അമിന മിൻ ലഗ്തത്തിൽ ഖബ്രി, അമിന ഔ അമിന മിൻ ലഗ്തത്തിൽ ഖബ്രി. ഖബറിന്റെ ഇടങ്ങേറുണ്ടാവൂല. എന്തുകൊണ്ട്? വെള്ളിയാഴ്ച രാവിലെ ജനിച്ച കാരണം കൊണ്ട്. എന്താ വെള്ളിയാഴ്ച രാവിലെ ഇത്ര വലിയ പ്രത്യേകത? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒളിവിനെ പടക്കപ്പെട്ടത് അത് വെള്ളിയാഴ്ച രാവിലെ. റസൂലുള്ള ദുനിയാവിലേക്ക് റസൂലുള്ളാഹിയുടെ ശരീരം വന്നത് തിങ്കളാഴ്ച രാവിലെ ആണെങ്കിലും റസൂലുള്ളാഹിന്റെ ഒളിവിനെ, നൂറിനെ പടക്കപ്പെട്ടത് എന്നാണ് അത് വെള്ളിയാഴ്ച രാവിലെയാണ്. ആ രാത്രിയിൽ അല്ലെങ്കിൽ ആ രാവിന്റെ പകലിൽ ഒരാൾ മരിച്ചാൽ ഖബറിൽ അദാബില്ല. ആരാ പറഞ്ഞത്? ആ ഹദീസ് ഫത്ഹുൽ മുഈനിലുണ്ട്. ആ ഹദീസ് ഫത്ഹുൽ ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങൾ ഇർഷാദുൽ ഇബാദിൽ ഉദ്ധരിക്കുന്നുണ്ട്. അതേ ഹദീസ് 2 കിതാബിലും ഉള്ള ഹദീസാണത്. അപ്പോൾ ഒരാൾ ജനിക്കുന്ന സമയം, കാലം, ഒരാൾ മരിക്കുന്ന സമയം, കാലം, അതിനൊക്കെ പ്രത്യേകത ഉണ്ട്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച അതേ ദിവസം റബീഉൽ അവ്വൽ 12-ന് ശൈഖുനാ അൽഫും പിൻ സൗമൂന് 48-ൽ റബീഉൽ 12 തിങ്കളിൽ ഉദിത്തോവർ കളപ്പീലവിൽ എന്ന ഭവനത്തിൽ പിറന്നോവർ. പിന്നെ ചീറ്റടിമീത്തൽ ദാറിലെ വസിത്തോവർ. ഈ 2 വീടിനെയും നമുക്ക് സ്നേഹമാണ്. ആ ഖൽബ് കൊണ്ട് സ്നേഹിച്ച വകയിൽ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. സ്നേഹം കൊണ്ടേ സ്വർഗത്തിലെത്തുള്ളൂ. ആര് പറഞ്ഞു? മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്കാ. ഇമാം ബുഖാരിയുടെ റിപ്പോർട്ടാ. ഹുബ്ബുക ഇയ്യാഹാ അദ്ഖലകൽ ജന്ന. നിന്റെ സ്നേഹം നിന്നെ സ്വർഗത്തിൽ കടത്തിയിട്ടുണ്ട് മോനെ. അദ്ഖലക എന്ന് പറഞ്ഞ പാസ്റ്റ് ടെൻസ് ആണ്, മാദിയായ ഫിഅലാണ്. അദ്ഖലക അൽ ജന്ന, നിന്നെ സ്വർഗത്തിൽ കടത്തിയിട്ടുണ്ട്. ഖാല റസൂലുള്ളാഹി ഹുബ്ബുക ഇയ്യാഹാ, അതിനോടുള്ള സ്നേഹം. ഏതിനോടുള്ള സ്നേഹം? ആ ഹദീസിൽ പറഞ്ഞത് സൂറത്തുൽ ഇഖ്ലാസിനെ പറ്റിയാണ്. സൂറത്തുൽ ഇഖ്ലാസിനോടുള്ള സ്നേഹം. അള്ളാഹ് സ്നേഹിച്ചത് സൂറത്തുൽ ഇഖ്ലാസ് ആയാലും ഔലിയാക്കളെ പെറ്റ സ്ഥലമായാലും ഒക്കെ ബർക്കത്തുള്ളതാണ്. എന്നിട്ട് പറയാ, അടുത്ത പേജിൽ പറയാ, അവരുടെ മാതാവ്. ബാപ്പാനെ പറ്റി നേരത്തെ പറഞ്ഞു, ബാപ്പാനെ പറ്റി പറഞ്ഞു, ബാപ്പാനെ പറ്റി മൗലിദിൽ പറഞ്ഞു. ബാപ്പാന്റെ പേരെന്താ നിങ്ങൾക്ക് മനസ്സിലായോ? ഒന്ന് പറയോ നിങ്ങൾ? പറയുമ്പോഴേ നമ്മളെ മനസ്സിൽ ഓർക്കുള്ളൂ. വാപ്പാന്റെ പേരെന്താ? ബറക്കത്താക്കപ്പെട്ട വാപ്പാടെ പേരെന്താ? കുഞ്ഞുമാഹിം കോയ മുസ്ലിയാർ. വാപ്പാന്റെ പേരെന്താ? കുഞ്ഞുമാഹിം മുസ്ലിയാർ നാട്ടിലെ ഖാദിയായപ്പോൾ വാപ്പയുടെ വാപ്പ നാട്ടിലെ ഖാദിയുമാണ്. വലിയ ഒരുപാട് വയസ്സുണ്ട്. 105-ാമത്തെ വയസ്സിൽ വഫാത്തായി എന്ന്. ആര്? ബാപ്പാടെ വാപ്പയായ മഹാനവർകൾ. ഞാൻ ഉസ്താദിന്റെ മുഖത്തേക്ക് നോക്കണേ, അഥവാ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്താൻ വേണ്ടിയിട്ടാണ്. 105-ാമത്തെ വയസ്സിൽ വഫാത്തായ മഹാനാണ് ശൈഖുനയുടെ ജദ്ദ്, വാപ്പാടെ വാപ്പ. അവരാണ് ഖാദി, മടവൂരിലെ ഖാദി. അവരാണ് ഖത്തീബിന്റെ സ്ഥാനത്തുള്ള ആള്. പക്ഷേ ശൈഖുനയുടെ ബാപ്പയായ കുഞ്ഞുമായും കോയ മുസ്ലിയാർ ഖുത്ബോദാണ്. അങ്ങനെ ഖുത്ബോദന സമയത്ത്
ബഹുമാനപ്പെട്ട ശൈഖുനയുടെ ബാപ്പ ഖുത്ബോദിന സമയത്ത് വാപ്പാടെ വാപ്പ പള്ളിയിലുണ്ട്. സാധാരണ എല്ലാ ദിക്റും പരിപാടിയും ദുആയും എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ സുന്നത്തുകാരം ഈ എല്ലാം കഴിഞ്ഞിട്ടാണ് വരാറ്. പള്ളിയിൽ നിന്ന് എണീറ്റ് വീട്ടിലേക്ക് നടന്നു വരാറ് പതിവുള്ളത്. അന്നൊരു ദിവസം ബാപ്പാടെ വാപ്പ കുഞ്ഞുമായി മുസ്ലിയാർ, അല്ലാഹു തആല അവരെ പേര് പറയുന്നതിൻ്റെ ബർക്കത്ത് കൊണ്ടെങ്കിലും ഞങ്ങളെ നാവ് കൊണ്ട് ഒരുപാട് ഖൈർ പറയാൻ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. അവരെ ബറക്കത്ത് കൊണ്ട്, അവരെ ആദരിച്ചുകൊണ്ട് ആ പേര് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ അതിൻ്റെ ബറക്കത്ത് കൊണ്ട് അവരെ കൂടെ, ആ ഉപ്പാപ്പമാരെ കൂടെ സ്വർഗത്തിൽ ചേർക്കണേ അല്ലാ. ഒരു ബാപ്പയും ബാപ്പാന്റെ ബാപ്പയും മാത്രമല്ല, കണ്ടോ, വക്കാന വാലിദുഹു ശൈഖ് കുഞ്ഞമായും കോയ മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിർറഹു ആലിമാണ്, സാഹിദാണ്. വഅജ്ദാദുഹു കദാലിക, എല്ലാ ബാപ്പമാരും അങ്ങനെ തന്നെയാണ്. മിനശുഹദാഇ അൽ മദ്ഫൂനീന ഫീ ഖറിയത്തി പറമ്പത്ത്, തലക്കുളത്തൂരിൻ്റെ അടുത്തുള്ള സ്ഥലല്ലേ പറമ്പത്ത്. പറമ്പത്താണ് ഈ മഹാന്മാരെ ഉപ്പാപ്പമാരൊക്കെ മറവ് ചെയ്യപ്പെട്ടത്. എത്ര ഉപ്പാപ്പമാര്! ഇസ്മായിൽ മദനി ഉസ്താദിന്റെ മൗലിദിൽ പറയാണ്, വകാന ഫീഹാ 44 ഷഹീദാ, അള്ളാന്റെ ദീനിന് വേണ്ടി പടഞ്ഞു മരിച്ച ശുഹദാക്കൾ 44 ശുഹദാക്കൾ അവിടെ ഉണ്ട്. എവിടെ ഉണ്ട്? ആ പള്ളിയിലുണ്ട്, പറമ്പത്തെ പള്ളിയിലുണ്ട്. ഞാൻ അവിടെ പോയിട്ടില്ല, പോകാൻ പെട്ടെന്ന് അല്ലാഹുവേ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. അങ്ങനെ ഒരുപാട് ശുഹദാക്കളും ഒരുപാട് സ്വാലിഹീങ്ങളും ഒരുപാട് ഔലിയാക്കളും മന്തി ഇറങ്ങുന്ന പള്ളി ഖബർസ്ഥാനാണ് പറമ്പത്തെ പള്ളി ഖബർസ്ഥാൻ. പറമ്പത്തെ പള്ളി ഖബർസ്ഥാൻ മാത്രമല്ല, നമ്മളെ പഴയ പള്ളിയിലൊക്കെ അത് ഉണ്ടാവും. നമുക്കവിടെ മറവിട്ട് കിടക്കുന്ന മദ്ഫൂനിയങ്ങളെ പറ്റി അറിയില്ല എന്ന് മാത്രം. അവിടൊക്കെ ഒരുപാട് ഔലിയാക്കൾ ഉണ്ടാകും. അപ്പൊ ശൈഖുനയുടെ വാപ്പമാർ ഉപ്പാപ്പമാര് വലിയ ഔലിയാക്കളും അക്കൂട്ടത്തിലുണ്ട്, വലിയ ശുഹദാക്കളും അവിടെ ഉണ്ട്. ഒരു ദിവസം ഈ മടവൂരിലെ പള്ളിയിൽ ശൈഖുനയുടെ ബാപ്പ കുഞ്ഞുമായും കോയ മുസ്ലിയാർ ഖുത്ബ ഓതിക്കൊണ്ടിരിക്കുകയാണ്. ഖുത്ബ കഴിഞ്ഞ് നിസ്കാരം, ജുമാ നിസ്കാരം കഴിഞ്ഞ് ശൈഖുനയുടെ വാപ്പാടെ വാപ്പ പള്ളിയിലുണ്ട്, മഹ്മൂമായിട്ട് നിസ്കരിച്ചിട്ടുണ്ട്. എന്നിട്ട് ജുമാ നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി ദിക്റും ദുആ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ശൈഖുനയുടെ ഉപ്പാപ്പ കുഞ്ഞുമായും മുസ്ലിയാർ പെട്ടെന്ന് എണീച്ച് പുറത്തേക്ക് ഇറങ്ങുന്ന, സുന്നത്ത് പെട്ടെന്ന് നിസ്കരിച്ചാണ്ട്, അതായത് ദുആ കഴിയാൻ കാത്തു നിൽക്കാതെ സുന്നത്ത് നിസ്കരിച്ചാണ്ട് പെട്ടെന്ന് പുറത്തിറങ്ങുമ്പോൾ ഇമാമ് നിൽക്കുന്ന, ഇമാമ് നിസ്കാരം കഴിഞ്ഞിക്കണ്, ഇമാമ് ദിക്റ് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ശൈഖുനയുടെ വാപ്പ ദിക്റും ഒക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധ മാറി. ചെറിയ മോനുണ്ട് അവിടെ. ചെറിയ മോനെന്ന് പറഞ്ഞാൽ കുഞ്ഞുമായും കോയ മുസ്ലിയാരെ മോന്. ശൈഖുനയുടെ മൂത്ത ജ്യേഷ്ഠൻ മുഹമ്മദ് മുസ്ലിയാർ. അതാരാണെന്ന് ഞാൻ ചോദിച്ചു. ഈ ശൈഖുനയുടെ ഉപ്പാപ്പ വിളിച്ചു. ഉപ്പാപ്പ ഇറങ്ങിപ്പോരുമ്പോൾ, ഉപ്പാപ്പ പള്ളിയിൽ നിന്ന് ഇറങ്ങാൻ ഒരുങ്ങുമ്പോൾ ശൈഖുനയുടെ ബാപ്പയാണല്ലോ ഇമാമ്, കുഞ്ഞുമായും കോയ മുസ്ലിയാരാണല്ലോ ഇമാമ്. കുട്ടിയോട് പറഞ്ഞു, മോനെ ബാപ്പ അത് ഇറങ്ങിപ്പോകാൻ നിൽക്കണ്, ബാപ്പാൻ്റെ കൈ പിടിച്ച് പുരയെ കൊണ്ടാക്കണം. അപ്പോൾ ഞാൻ ചോദിച്ചു, അബൂബക്കർ സഖാഫി ഉസ്താദിനോട് ചോദിച്ചു, അതാരായിരുന്നു? കുഞ്ഞുമായും കോയ മുസ്ലിയാർ മകനെ വിളിച്ചിട്ട് പറഞ്ഞു ബാപ്പാനെ പുരയെ കൊണ്ടാക്കുമെന്ന് പറഞ്ഞല്ലോ, അത് ഏത് മോനായിരുന്നു? ശൈഖുനാണോ? ശൈഖുനല്ല, അവരെ പേര് മുഹമ്മദ് മുസ്ലിയാരാണ്, മൂത്ത മോനാണ്. ആ ഒരു ഉമ്മാക്ക്, അതായത് കുഞ്ഞുമായും കോയ മുസ്ലിയാരുടെ ആദ്യത്തെ ഭാര്യയ്ക്ക് ആ ഒരു കുട്ടി മാത്രമേ ഉള്ളൂ, അല്ലേ? അല്ലാഹു തആല അവരൊക്കെ ദർജകളെ വർദ്ധിപ്പിക്കണേ റഹ്മാനെ, അവരെ കൂടെ ഞങ്ങളെയും സ്വർഗത്തിലാക്കണേ റഹ്മാനെ. പിന്നെ മാലപ്പാട്ടിൽ പറയാൻ, എന്നിട്ട് അതല്ല കഥ. എന്നിട്ട് എന്ത് ചെയ്തു? നേരെ പുരയിൽ ഇങ്ങോട്ട് വരികയാണ്, വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് വന്നിട്ട് പറയാണ്, പുരയിലുള്ള സ്ത്രീകളോട് പറയാണ്, എന്തെന്നറിയോ? മുരുക്കിൻ്റെ പെട്ടി തുറന്നിട്ട്, അന്നത്തെ വലിയ പത്തായ പെട്ടി, അത് മുരുക്കിൻ്റെ പെട്ടിയാണ്. മുരുക്ക് എന്ന് പറഞ്ഞ ഒരു മരത്തിൻ്റെ പേരാണ്. അതറിയപ്പോൾ ചെറുപ്പക്കാർക്കൊന്നും അറിഞ്ഞോളുന്നില്ല. ഈ ഇരിക്കണ കുട്ടിക്കൊക്കെ മുരുക്ക് എന്ന് പറഞ്ഞാൽ ക്യാ ഹേ, കുച്ച് നെയ്യേ, കോയി നെയ്യേ, മാലൂം നെയ്യേ, അതൊരു മരത്തിൻ്റെ പേരാകുന്നു. വയലമു ഉമ്മത്ത സയ്യിദിന മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി, അല്ലേ? അബ്ദുല്ലാജി മുരുക്ക് എന്ന മരത്തിന് നിങ്ങളെ കുന്നമംഗലത്തൊക്കെ വലിയ മരം ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്, കേരളത്തിൽ എല്ലായിടത്തും ഉണ്ട്, പേര് നമുക്ക് അറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആ മുരുക്ക് കൊണ്ടുണ്ടാക്കിയ പെട്ടി ഇങ്ങോട്ട് തുറന്നു. പെട്ടി തുറന്നിട്ട് എന്തായിരുന്നു? അതിൽ നിന്ന് വലിയ ആദരവോടെ, വലിയ ബഹുമാനത്തോടെ ശൈഖുനയുടെ ഉപ്പാപ്പയായ കുഞ്ഞുമായി മുസ്ലിയാരവർകള് റളിയല്ലാഹു അൻഹു രണ്ട് തുണി, വെള്ള തുണി ഇങ്ങോട്ട് പുറത്തെടുക്കുകയാണ്. മടക്കി വെച്ച തുണി പുറത്തെടുത്തിട്ട് എന്താ പറയണമെന്നറിയോ? അതിങ്ങനെ മൂക്കിൽ വെച്ചിട്ട് മണത്ത് നോക്കുമ്പോൾ അതിൽ പഴക്ക് മണക്കുന്നുണ്ട്, സാധനം പഴയതാണ്. എന്നിട്ട് പറയാണ്, വീട്ടിലെ പെണ്ണുങ്ങളോട് പറയാണ്,
ഈ രണ്ട് തുണി ഇത് കഫൻ തുണിയാണ്. ഇത് മക്കത്ത് പോയപ്പോ കഅബയിൽ വെച്ചിട്ട് ബറക്കത്തിന് വേണ്ടി വെച്ചിട്ട് എടുത്ത തുണിയാണ്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഖാഫി ഉസ്താദ് ഇങ്ങോട്ട് ഇരിക്കാം, മുന്നിലേക്ക് ഇരിക്കാം. 1900 ഞാൻ 96 വിട്ടെങ്കിൽ നിങ്ങൾ 97 വിട്ട്. അപ്പം എൻ്റെ പിന്നാലെ നിങ്ങൾക്കും ഇരിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പം എന്തേ പറഞ്ഞറിയോ, മഹാനായ ഉസ്താദ് പറയാണ്, കുഞ്ഞുമായും മുസ്ലിയാർ പറയാണ്, ഇത് റൗദയിൽ വെച്ചെടുത്ത തുണിയാണ്, ബറക്കത്തിന് വേണ്ടി റൗദയിൽ വെച്ചതാണ്, മക്കയിൽ കഅബയിലും വെച്ചതാണ്. ഇത് പഴകിയിട്ട് പെട്ടിയിൽ വെച്ച് പഴകിയിട്ടുണ്ട്. ഇത് എന്താക്കണം, വെയിലത്ത് വെച്ച് ഉണക്കണം എന്ന് പറഞ്ഞു. മഹാനവർകളെ കിടപ്പിലാവുകയാണ്. അതോടുകൂടി സുഹൃത്തുക്കളെ, കുറെ ദിവസം കഴിയുമ്പോൾ 40 ദിവസം കിടപ്പിലാവുകയാണ്. 38ാമത്തെ ദിവസം, അപ്പോഴേക്കും ദിവസം 38 കഴിഞ്ഞു. 38ാമത്തെ ദിവസം ചോദിച്ചു, എവിടെ മോൻ, എവിടെ കുഞ്ഞുമായിങ്കോയ, എവിടെ? അപ്പൊ വീട്ടിലുള്ള സ്ത്രീകൾ പറഞ്ഞു, വയലിന് പോയതാണ്. വയലിന് പോയാൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്ത്, ഇന്നൊരു സ്ഥലത്ത്, നാളെയും മറ്റന്നാളും 4 ദിവസം വേറെ സ്ഥലത്ത്, പിന്നെ 8 ദിവസം വേറെ സ്ഥലത്ത്. അങ്ങനെയാണ് വയല്. ചിലപ്പോൾ അങ്ങനെ പോയാൽ ചിലപ്പോൾ 1 മാസമോ 15 ദിവസമോ 3 ആഴ്ചയോ ആഴ്ചകളോളം കഴിഞ്ഞിട്ടേ തിരിച്ചെത്തുള്ളൂ. ഓക്കെ, പെട്ടെന്ന് വരാൻ പറയണം, മകനോട് പെട്ടെന്ന് വരാൻ പറയണം. 38ാമത്തെ ദിവസം മഹാനായ ശൈഖുനയുടെ ബാപ്പയുടെ ബാപ്പ, ബഹുമാനപ്പെട്ട ശൈഖുന കുഞ്ഞുമായും മുസ്ലിയാർ പറയാണ്, എൻ്റെ മോനോട് പെട്ടെന്ന് വരാൻ പറയണം. കാരണം വഫാത്തായ ടൈം, വഫാത്താകാനുള്ള ടൈം അതാ അടുത്തിട്ടുണ്ട് എന്ന വിവരം അറിയുകയാണ്. എന്നെപ്പോലത്തെ ആൾക്കാർക്ക് ഞാൻ എപ്പോഴാ മരിക്കാന്നൊരു വിവരം കിട്ടിയിട്ടില്ല. റബ്ബേ, നമുക്ക് വിവരം കിട്ടിയാലും ശരി, കിട്ടിയില്ലെങ്കിലും ശരി, ഈമാനോടെ മരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ അല്ലാഹ്. അങ്ങനെ എണ്ണം പറഞ്ഞ മുദരിസാണ് കുഞ്ഞുമായും കോയ മുസ്ലിയാർ. വെളുത്തേടത്ത് പറമ്പ് ലോവർ പ്രൈമറി സ്കൂൾ എന്ന് പറഞ്ഞൊരു സ്കൂൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ മടവൂർക്കാർക്ക് അത് അറിയില്ലെങ്കിൽ സ്കൂളില്ല എന്ന് പറയാൻ പറ്റൂല. ആ സ്കൂളിൻ്റെ മാനേജറായിരുന്നു ആര്? കുഞ്ഞുമായും കോയ മുസ്ലിയാർ. വലിയ ആലിമല്ലേ, ശൈഖുന ശംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാരുമായിട്ട് അവരെ ഉമ്മ വഴിക്ക് അടുത്ത ബന്ധമുള്ളവരാണ്. ഇ കെ ഉസ്താദിൻ്റെയും പൂനൂര് കുഞ്ഞിബ്രാഹിം മുസ്ലിയാരുടെയും വലിയ ഉസ്താദാണ് ആര്? കുഞ്ഞുമായിങ്കോയ മുസ്ലിയാർ. പൂനൂര് കുഞ്ഞിബ്രാഹിം മുസ്ലിയാർ. നിങ്ങൾ കണ്ടിക്കോ, എത്ര കാലത്തിൻ്റെ ഒരു വഫാത്തായിട്ട് സുമാർ 10-25 കൊല്ലായി. കണ്ടോ? അതിൻ്റെ പുറമെ ഇനി മാലയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞണ്ടാടി ഷെയ്ഖിനെ പറ്റി മാലയിൽ തന്നെ വരുന്നുണ്ട്. അപ്പൊ ഇനിയും മാലയിൽ പറയാണ്, കളപ്പീലാവിൽ എന്ന ഭവനത്തിൽ പിറന്നോവർ, പിന്നെ ചിറ്റടിമീത്തൽ ദാറിൽ വാസിത്തോവർ. ഞാൻ ആലിക്കുട്ടി സഖാഫിനോട് വെറുതെ ചോദിച്ചതല്ല, മൂപ്പരെ കമ്പ്യൂട്ടർ ഭയങ്കര കമ്പ്യൂട്ടറാണ്, തലൻ്റെ ഉള്ളിലുള്ള കമ്പ്യൂട്ടർ. മാഷാ അല്ലാഹ്, ഒരുപാട് മുഅ്മിനീങ്ങൾക്ക് ഉപകാരം ഉണ്ടാകാൻ ഇനിയും അതിന് വലിയ ബറക്കത്തുള്ള കമ്പ്യൂട്ടർ ആക്കണേ അല്ലാഹ്. നല്ല ചരിത്രങ്ങൾ ഇപ്പം തന്നെ എന്നോട് പറഞ്ഞു. ഞാൻ ഈ ചിറ്റടിമീത്തൽ തറവാട്ടുകാരുടെ ഉപ്പാപ്പമാരെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത് തന്നെ ഒരു പുസ്തകം ഇറക്കാനിരിക്കുകയാണ്. ഈ എവിടെ നിന്ന് വന്നു? നെടിയനാട്ടിൽ നിന്ന് വന്നാണല്ലേ ഷെയ്ഖുനാൻ്റെ വാപ്പമാർ. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അല്ലാഹു തആല ആ പുസ്തകമൊക്കെ വേഗം സമുദായത്തിന് ഖൈറാകുന്ന നിലയ്ക്ക് പുറത്തിറങ്ങാൻ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്, ആമീൻ. അതൊക്കെ നമ്മൾ ചരിത്രം പഠിക്കണം. എന്നിട്ട് പറയാ, അവരുടെ മാതാവ് ആയിഷ ഹജ്ജുമ്മ നല്ല തറവാട്ടിൽ പെറ്റ് വളർന്നോവർ. വാപ്പ ഉമ്മ നന്നായ വാപ്പ ഒരു പെൺകുട്ടിനെ തരുമ്പോൾ മകനിക്ക് പെണ്ണന്വേഷിക്കുമ്പോൾ എന്ത് നോക്കണം? തറവാട് നോക്കലും നല്ലതാണ്. തറവാട് എന്ന് പറഞ്ഞാൽ കുറെ പൈസ ഉള്ള തറവാടാണോ? അതല്ല നോട്ടം. ഇസ്ലാം ഉദ്ദേശിക്കണ തറവാട് അതല്ല. ഈ പെൺകുട്ടിന്റെ ബാപ്പ സ്വാലിഹാണോ? ബാപ്പാടെ ബാപ്പ സ്വാലിഹാണോ? ഉമ്മ സ്വാലിഹത്താണോ? ദീനിയായിട്ട് സൽപ്പേരുള്ളവരാണോ? നിങ്ങൾ നോക്ക്, ശൈഖുന സിയം വലിയുല്ലാഹ് അവര് തറവാട് കൊണ്ട് വളരെ മേലെയാൻ. അവരുടെ മാതാവ് ആയിഷ ഹജ്ജുമ്മ
നല്ലേ തറവാട്ടിൽ പെറ്റ് വളർന്നോവർ. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. ലോകത്ത് ഏറ്റവും വലിയ തറവാട് മുന്തിയ ആളാരങ്ങളെന്ന് പറയോ? വലിയ തറവാട്ടുകാരനാരാ? അതന്നെ ആര്? സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹ്, ഈ കുട്ടി മുന്നിൽ വന്നിരുന്നു. ആരാ മോനെ ഏറ്റവും വലിയ തറവാട്ടുകാരൻ? മുഹമ്മദ് മുസ്തഫ. എന്താ അതിൻ്റെ കാരണം? അതിൻ്റെ കാരണം നിങ്ങൾക്ക് അറിയോ? എന്താ കാരണം? അള്ളാന്റെ റസൂലിന്റെ ഒരൊറ്റ ബാപ്പയും നരകത്ത് കടക്കൂല. അബ്ദുള്ള എന്ന വാപ്പ മുതൽ ആദം നബി അലൈഹിസ്സലാം എന്ന വാപ്പ വരെ ഒരൊറ്റ വാപ്പയും നരകത്തിലേക്ക് പോകാനുള്ളവരല്ല. അങ്ങനെ ഒരു ഗ്യാരണ്ടി പറയാൻ ലോകത്ത് വേറെ ആർക്കെങ്കിലും സാധിക്കുമോ? പിന്നൊരുപാട് മഹത്വങ്ങളുണ്ട്. സ്വഹീഹുൽ ബുഖാരിയിലും പരിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഉപ്പാപ്പമാരെ പറ്റി പറയുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വതവക്കൽ അലൽ അസീസിർ റഹീം الذي يراك حين تقوم وتقلبك في الساجدين صدق الله عز وجل سبحانه وتعالى. ഞാൻ മർക്കസിൽ പഠിക്കുന്ന കാലത്ത് ഈ ആയത്തിൻ്റെ തഫ്സീർ നോക്കാൻ വേണ്ടി പറഞ്ഞു. ആര്? ഉസ്താദ് ഷെയ്ഖുന AP ഉസ്താദ്. ഞാൻ ഒറ്റ തഫ്സീറെ നോക്കിയിട്ടുള്ളൂ, ഒറ്റ കിതാബേ നോക്കിയിട്ടുള്ളൂ. 1995 ഒറ്റ കിതാബാ നോക്കിയത്. ആ കിതാബിൻ്റെ പേരാണ് ഫത്ഹുൽ ഖദീർ. അത് ആരുണ്ടാക്കിയതാ? ഷൗക്കാണി, ഇമാം ഷൗക്കാണി ഉണ്ടാക്കിയതാ. മുള്ളാണി വസനാണത്. ഷൗക്കാണി, മുള്ളാണി എന്ന് പറയും പോലെ ഷൗക്കാണി ആ ഇമാമിൻ്റെ പേരാ. കിതാബ് ഉണ്ടാക്കിയ ഓദറ പേര്. അദ്ദേഹം പറയുന്നു ആ കിതാബിൽ ഫത്ഹുൽ ഖദീറിൽ പറയുന്നു എന്ത്? റസൂലുള്ളാഹിന്റെ ചാപ്പാട മോനായ ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നു അസ്സാജിദീൻ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ ഉപ്പാപ്പമാരെ പറ്റിയാണ്. അതായത് റസൂലുള്ളാഹിന്റെ വാപ്പമാര് മുഴുവനും മുതഅല്ലിമീങ്ങളെ നോക്ക്, സൂറത്തു ശുഅറാഇന്റെ ലാസ്റ്റ് ആയത്താണത്. അള്ളാഹ്ക്ക് മാത്രം സുജൂദ് ചെയ്തവരാണ് ആര്? റസൂലുള്ളാഹിന്റെ വാപ്പമാര്. ഏതുവരെ? ഇലാ അൽ ജദ്ദിൽ അഅ്ലാ, ആദം നബി അലൈഹിസ്സലാം വരെ. അതാ റസൂലുള്ളാഹിന്റെ തറവാട് മുന്തിയ തറവാടായത്. ഇവിടെ കണ്ടോ നിങ്ങൾ? ബഹുമാനപ്പെട്ട ശൈഖുനയുടെ ഉപ്പാപ്പമാർ, അവരെ ഉമ്മ ആയിഷ എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട കുഞ്ഞിമായിങ്കോയ മുസ്ലിയാർ ആദ്യം കല്യാണം കഴിച്ചതും ഒരു ബറക്കത്തുള്ള ഭാര്യയായിരുന്നു. അതിൽ ഒരു കുട്ടി മാത്രമാണ് ഉണ്ടായത്. അവരെ പേരാണ് മുഹമ്മദ് മുസ്ലിയാർ. ആ പ്രിയപ്പെട്ട ഭാര്യ വഫാത്തായി 2 കൊല്ലം വളരെ സങ്കടത്തിൽ ജീവിച്ചു ശൈഖുന കുഞ്ഞിമായിങ്കോയ മുസ്ലിയാർ. അതിനുശേഷമാണ് ശൈഖുനയുടെ CM വലിയുള്ളാടെ ഉമ്മായ കല്യാണം കഴിക്കണത്. പറമ്പിൽക്കടവിലെ അടിയോളിൽ ഹലീമയുടെയും മടവൂര് പെരിയട്ടിച്ചാലിൽ ഇമ്പിച്ച് മൂസയുടെയും മോളാണ്. മടവൂർ അങ്ങനെ ഒരു വീട്ടുപേരിപ്പോഴും ഉണ്ടല്ലോ അല്ലേ? പെരിയട്ടിച്ചാലിൽ ഉണ്ടല്ലോ അല്ലേ? അവരെ മോളായ ആയിഷ ഉമ്മ ജദ്ദുഹു അല്ലാഹു വിൻ്റെ വലിയായ ശൈഖ് കുഞ്ഞിമാഹിൻ എന്ന് പേരുള്ളവർ. ആ ജവാബ് മറന്നു തോന്നില്ലേ? അല്ലാഹു ജല്ലല്ലാഹ് ജല്ല ജലാലുല്ലാഹ് സുൽത്താനുൽ ആരിഫീൻ CM ഖുത്ബുല്ലാഹ് മടവൂരെ പള്ളി ചേരുവിൽ വടക്കായി. ഇതതിൻ്റെ ശേഷമൊക്കെ പള്ളി മാറ്റം വന്ന് തെക്കും വടക്കും അങ്ങോട്ടോടെ മാറിപ്പോയി. ഈ ഖബർ എവിടെയെന്നാണ് പറയുന്നത്? മടവൂരെ പള്ളി ചേരുവിൽ വടക്കായി ബലദിൽ മശ്ഹൂറാം ശൈഖ് മറന്തോവർ അലീമും ഫാദിലും ആയേ അവർക്കുള്ള. കുഞ്ഞിമായിങ്കോയ ഉസ്താദിനെ പറ്റി പാട്ട് പാടുകയാണെങ്കിൽ പഴയ കാലത്ത് നിങ്ങളിറക്കിയ പാട്ടുണ്ട് അല്ലേ? ആ പാട്ടിൽ എന്താ പറഞ്ഞു? കുഞ്ഞിമായിങ്കോയ മുസ്ലിയാരെ പറ്റി പറയാണ്. അറിവിൻ്റെ സാഗരത്തിൽ നീന്തി തുടിച്ചൊരു മുത്ത് അവരല്ലോ കുഞ്ഞിമായിൻ
കോയ ഉസ്താദ്. ആലിക്കുട്ടി സഖാഫി ഇറക്കിയ പഴയ പാട്ടിലുള്ളതാ. ഏത് അറിവിൻ്റെ സാഗരത്തിൽ നീന്തി തോടി ചോരുമുത്ത് അവരല്ലോ കുഞ്ഞിമായിൻ കോയ ഉസ്താദ്. പൂർവിക തലമുറ സകലമേ വിജ്ഞാനികൾ പാണ്ഡിത്യം ജോലിക്കുന്ന നീറ കോടങ്ങൾ അറിവിൻ്റെ സഗരത്തിൽ നീന്തി തുടിച്ചൊരു മുത്ത് അവരല്ല കുഞ്ഞിമായും കോയ ഉസ്താദ്. അറിവിൻ്റെ സഗരത്തിൽ നീന്തി തുടിച്ചൊരു മുത്ത് അവരല്ല കുഞ്ഞിമായും കോയ ഉസ്താദ്. അവരല്ല അറിവിൻ്റെ സാഗരത്തിൽ നീന്തി തുടിച്ചൊരു മുത്ത് അവരല്ലോ കുഞ്ഞിമായിൻ കോയ ഉസ്താദ്. പൂർവിക തലമുറ സകലമേ വിജ്ഞാനികൾ പാണ്ഡിത്യം ജോലിക്കുന്ന നിറകൂടങ്ങൾ. ബാപ്പു വള്ളിപ്പറമ്പിന്റെ രചനയാണല്ലേ? രചന ഓയങ്കരുവാരെ കൊണ്ടുണ്ട്. അതിപ്പോ വേറൊരാൾ യൂട്യൂബ് കയറ്റിയിരിക്കുന്നു, അത് നിങ്ങൾ അറിഞ്ഞിട്ടില്ല. ആ യൂട്യൂബിൽ നിന്നാണ് എനിക്ക് കിട്ടിയത്. നിങ്ങളറിയാതെ സംഘം യൂട്യൂബിൽ എത്തിയിട്ടുണ്ട്. ആരും കണ്ടിട്ടില്ല, 150 ആളെ കണ്ടിട്ടുള്ളൂ. ഏതായാലും ഞാൻ ഇസ്തിഗാസ ചെയ്തപ്പോൾ എനിക്കത് കിട്ടി യൂട്യൂബിൽ നിന്ന്. ആരോട് ഇസ്തിഗാസ ചെയ്തത്? യൂട്യൂബിനോട് ഇസ്തിഗാസ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയതാണ്. കണ്ടങ്ങൾ സുഹൃത്തുക്കളെ. എന്നിട്ടോ അങ്ങനെ ബഹുമാനപ്പെട്ട കോയ ഉസ്താദ് ശൈഖുന പറയാണ്, ആലിമും ഫാദിലുമായ അവർക്കുള്ള പുത്രൻ കുഞ്ഞിമായിൻ കോയ ആദം നോവർ. ഓറ് മുദരിസും നാട്ടിൻ്റെ മീറായി മടവൂരെ പള്ളിയിൽ കാലം കഴിച്ചോവർ. കൂടാതെ മറ്റും പാലെ മഹല്ലുകളിൽ തഅലീം നടത്തി അറിവ് പകർന്നോവർ. ഒരുപാട് മഹല്ലത്തിൽ ദർസ് നടത്തിയ ഉസ്താദാണ് ശൈഖുന കുഞ്ഞിമായും കോയ മുസ്ലിയാർ. കണ്ടോ, അവരുടെ തിൽമീദം അവരുടെ തിൽമീദം മാരിൽ പ്രമുഖനാം ശൈഖ് അബൂബക്കർ ഹിസ്നിയദം നോവർ. ശൈഖുനയുടെ ബാപ്പയാണ് ആര്? കുഞ്ഞിമായും കോയ മുസ്ലിയാർ. അവരെ ശിഷ്യനാണ് ആര്? അവരുടെ തിൽമീദന്മാരിൽ പ്രമുഖനാം ശൈഖ് അബൂബക്കർ ഹിസ്നി. ഞാനിങ്ങനെ ആലോചിച്ച്, ഏതാ അബൂബക്കർ ഹിസ്നി? ഹിസ്നി എന്ന് പറഞ്ഞാൽ കോട്ട എന്നതിൻ്റെ അർത്ഥം. ഇപ്പം ഈ സ്റ്റേജിൽ നിന്ന് എനിക്ക് പിടുത്തം കിട്ടി. ഈ കോട്ട എന്ന് എന്താണെന്നല്ലേ? കാരണം കോട്ടയം എന്ന അവരുടെ നാടിൻ്റെ പേര്. അപ്പം ഹിസ്നി അത് കോട്ടയത്തിലേക്ക് അറബിയിൽ ചേർത്തി പറഞ്ഞപ്പോൾ ഹിസ്നി എന്നായി. ഏത് കോട്ടയം? ഈ തലശ്ശേരിൻ്റെ കിഴക്കോട്ടുണ്ട്, കൂത്തുപറമ്പിൽ പോണ വഴിയിൽ ഒരു കോട്ടയം. ആ കോട്ടയത്തുള്ള ബഹുമാനപ്പെട്ട അബൂബക്കർ ഞണ്ടാടി ശൈഖ് ആരുടെ ശിഷ്യനാണ്? ശൈഖുനയുടെ ബാപ്പാടെ ശിഷ്യനാണ്. എന്നിട്ടോ ഉസ്താദിൻ്റെ അനുവാദം വാങ്ങി ഹിസ്നി പല സ്ഥലം ചുറ്റി ബഗ്ദാദിൽ ചെന്നോവർ. ഈ കോട്ടയം കണ്ണൂരിലെ തലശ്ശേരിൻ്റെ കിഴക്കുള്ള കോട്ടയം ഞണ്ടാടി. ഞാനവിടെ സിയാറത്തിന് പോയിട്ടുണ്ട്, വയലിനും പോയിട്ടുണ്ട്. ആ കോട്ടയം ഞണ്ടാടിയിലുള്ള ശൈഖ് അബൂബക്കർ തങ്ങള് അവരെന്ത് ചെയ്തു? പല സ്ഥലത്തും സിയാറത്തിന് പോയി. ബഗ്ദാദിൽ ചെന്ന് ഗൗസുൽ ആദം തങ്ങളെ ചാരത്ത് ചെന്നു. പല വർഷം കഴിഞ്ഞപ്പോൾ ഗൗസുൽ ആദമിൻ്റെ ഇതിനാലെ കോട്ടയം മലബാറിൽ വന്നോവർ. ശൈഖ് കുഞ്ഞിമായിൻ കോയയും സൗജത്തും അവരെ മുരീദായി ബൈഅത്ത് ചെയ്തോവർ. ശൈഖ് കുഞ്ഞിമായും മുസ്ലിയാരെ മകനാണ്, തിൽമീദാണ്. ആര്? കോട്ടയം ഞണ്ടാടി ശൈഖ്. ശൈഖുനയുടെ വാപ്പാടെ ശിഷ്യനാണ്. എന്നാൽ ശൈഖുന കുഞ്ഞിമായും കോയ മുസ്ലിയാർ എന്ത് ചെയ്തു? ഈ കോട്ടയം ശൈഖിൻ്റെ മുരീദായി ബൈഅത്ത് ചെയ്തു.
അങ്ങനെ ഹജ്ജിന് പോയി ഷെയ്ഖ് കുഞ്ഞിമാഹിൻ കോയ വലിയുള്ള ഹജ്ജിനായി മക്ക ശരീഫിൽ അണഞ്ഞോവർ. മക്കത്ത് പോയി. ആര്? ഷെയ്ഖുനാന്റെ ബാപ്പ, CM വലിയുള്ളാട ഷെയ്ഖുനയുടെ ബാപ്പ മക്കത്ത് പോയി. അന്ന് ബഹുമാനപ്പെട്ടവരുടെ ഭാര്യ, അതായത് ഷെയ്ഖുനാന്റെ ഉമ്മ ആയിഷ എന്നു പേരുള്ള ഉമ്മ ഗർഭിണിയാണ്. ഹമീലത്തായ വർസൗജത്തായുള്ള ആയിഷ ഇബാദത്തിലായി കഴിഞ്ഞോവർ. അല്ലാഹു ജല്ലല്ലാഹ് ജല്ല ജലാലുല്ലാഹ് സുൽത്താനുൽ ആരിഫീൻ CM ഖുത്ബുല്ലാഹ്. അല്ലാഹ് ജല്ലു അല്ലാഹു ജല്ലല്ലാഹ് ജല്ല ജലാലുല്ലാഹ് സുൽത്താനുൽ ആരിഫീൻ CM ഖുത്ബുല്ലാഹ്. ഷെയ്ഖുനയുടെ ബാപ്പയുടെ ബാപ്പാന്റെ ശിഷ്യനാൻ. ആര്? ഈ കോട്ടയം ഞണ്ടാടിയിൽ അന്തിയുറങ്ങുന്ന മഹാനവർകൾ അബൂബക്കറിൽ കോട്ടയം ഞണ്ടാടി തങ്ങൾ, അവരുടെ മുരീദായി ആര്? ബഹുമാനപ്പെട്ട ഷെയ്ഖുനയുടെ ബാപ്പ ബൈഅത്ത് ചെയ്തു. അങ്ങനെ ബഹുമാനപ്പെട്ട ഷെയ്ഖുനാന്റെ ബാപ്പ കുഞ്ഞുമായിങ്കോയ മുസ്ലിയാർ ഹജ്ജിന് പോയ സമയത്ത് അന്നേരം ഷെയ്ഖ് ഹൈസിനിയൊരു നാളിൽ ബാപ്പ ഷെയ്ഖുനയുടെ ബാപ്പ മക്കത്താണ്. ആ സമയത്ത് ഷെയ്ഖുനയുടെ ഉമ്മാന്റെ അടുത്തേക്ക് കോട്ടയം ഞണ്ടാടി ഷെയ്ഖ് വരികയാണ്. അന്നേരം ഷെയ്ഖ് ഹൈസിനിയൊരു നാളിൽ അവർ ദാറിൽ വന്ന് പോലിവറിവിച്ചോവർ. ഇതിങ്ങനെ ഞാൻ ചരിത്രം വായിച്ചപ്പോൾ എനിക്കിങ്ങനെ ഓർമ്മ വന്നത് എന്താണ്? ഷെയ്ഖുനയുടെ ഉമ്മ ആയിഷ എന്ന് പേരുള്ള മഹദിന്റെ അടുക്കലേക്ക് ബഹുമാനപ്പെട്ട കോട്ടയം ഞണ്ടാടിയിൽ അന്തിയുറങ്ങുന്ന ഷെയ്ഖവർകൾ വന്നിട്ട് പൊലിവ് അറിയിച്ചു. എന്താ പൊലിവ്? നിങ്ങൾ പ്രസവിക്കാൻ പോണ കുട്ടി ഒരു ബറക്കത്തുള്ള വലിയ മഹാനായ കുട്ടിയാണ് ആയിഷു. അള്ളാന്റെ റസൂലിന്റെ ഉമ്മ ഗർഭിണിയായപ്പോ വന്നില്ലേ പലരും? ആരൊക്കെ വന്ന്? ആദം അലൈഹിസ്സലാം, ആമിന ബീവി ഗർഭിണിയായപ്പോ വന്നു. ആര് വന്നു? മൂസാ നബി അലൈഹിസ്സലാം വന്നു, ഇബ്രാഹിം അലൈഹിസ്സലാം വന്നു. അങ്ങനെ പലരും വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമ്മയോട് പറഞ്ഞു, മോളെ ആമിന, നിങ്ങൾ പ്രസവിക്കാൻ പോണ കുട്ടി നബി ആഖിരിസ് സമാൻ വസയ്യിദിഹാ, അവസാനത്തെ നബിയാണ് നിങ്ങളെ പള്ളന്റെ ഉള്ളിലുള്ളതെന്ന് ആരോട് പറഞ്ഞു? മുത്ത് റസൂലുള്ളാന്റെ ഉമ്മയോട് പറഞ്ഞു. ആ ഉമ്മ വലിയ ബറക്കത്തുള്ള, ലോകത്ത് ഏറ്റവും ബറക്കത്തുള്ള ഉമ്മയാണ്. ചില ആൾക്കാർ പറഞ്ഞു സക്കരിയ സ്വലാഹിന്റെ പ്രസംഗം ഞാൻ നേരിട്ട് കേട്ടതാണ്, അതായത് ഓഡിയോ കേസറ്റിൽ ഞാൻ നേരിട്ട് കേട്ടതാണ്. എന്ത്? റസൂലുള്ളാന്റെ ബാപ്പ, അവരെ ബാപ്പ ഒക്കെ നരകത്തിക്കുള്ളതല്ലേ? അയാളെ പ്രസംഗമാണ്. ഒക്കെ നരകത്തിക്കുള്ളതല്ലേ? സുഹൃത്തുക്കളെ, റസൂലുള്ളാന്റെ ഉമ്മയോളം ബറക്കത്തുള്ളൊരുമ്മ ലോകത്ത് വേറെ ഉണ്ടോ? ബഹുമാനപ്പെട്ട കോട്ടയം ഞണ്ടാടി ഷെയ്ഖ് വന്നിട്ട് പറയാണ്, നിങ്ങൾ പ്രസവിക്കും കുഞ്ഞ് മഹാനായ ആരിഫായി തീരും എന്ന് മൊഴിഞ്ഞോവർ മുഹമ്മദ് അബൂബക്കർ എന്ന പേർ നൽകാനും അവരുപദേശിച്ച് പിന്നെ മറഞ്ഞോവർ. നിങ്ങളെ പള്ളൻ്റെ ഉള്ളിലെ കുട്ടി ഒരു സ്വാലിഹായ ഒരു ഔലിയാക്കളെ നേതാവാണ്. എന്ത് വേണം? മുഹമ്മദ് അബൂബക്കർ എന്ന് പേരിടണം. ആള് പോയി. അത്രയും പറഞ്ഞിട്ട് ഷെയ്ഖ് അവർകൾ പോയി. ചൊല്ലി അഹുസിയം മുഹമ്മദ് മുസ്ലിയാര് മക്കയിൽ ബാപ്പാക്കും സ്വപ്നം കാണിച്ചോവർ. മക്കയിൽ ബാപ്പാരാ കുഞ്ഞുമായും കോയ മുസ്ലിയാർ മഹാനവർകൾ അവിടെ ചെന്ന് ദിക്റിലും ദുആയിലും തവാഫിലും സഅയിലുമായി
കഴിഞ്ഞുകൂടുന്ന സമയത്ത് ഉറക്കത്തിലും കണ്ടിട്ടുണ്ട്, അല്ലാതെയും അവർക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. നിങ്ങളെ ഭാര്യയുടെ പള്ളൻ്റെ ഉള്ളിലുള്ള കുഞ്ഞ് വലിയ ബറക്കത്തുള്ള കുഞ്ഞാണ്. ഹജ്ജ് കഴിഞ്ഞെത്തി വഴിനായി പോയപ്പോൾ ഭാര്യ പ്രസവിച്ച വാർത്ത അറിഞ്ഞോവർ. പ്രസവത്തിനടുത്ത സമയത്ത് ഒരുപാട് സ്ഥലത്ത് വഅദിന് ഏറ്റിട്ടുണ്ട്. ഷെയ്ഖുന കുഞ്ഞുമായും കോയ മുസ്ലിയാൻ, ഞാൻ പോവാണ്, വിവരം കിട്ടിയാൽ പെട്ടെന്ന് വരും എന്ന് പറഞ്ഞു. പക്ഷേ പ്രസവിക്കണതിൻ്റെ തൊട്ട് മുമ്പായി സഹോദരന്മാരെ ഒരു മഹാൻ വന്ന് പറഞ്ഞു, നിങ്ങളൊരു ബറക്കത്തുള്ള ഒരു മോൻ്റെ ബാപ്പയാണല്ലേ. അന്ന് മായക്കത്തിൽ കോയ ഉസ്താദോരെ അരികിൽ വന്നാരോ മൊഴിഞ്ഞിടുന്നേ, നിങ്ങളെ അഭിലാഷം പൂക്കുന്ന നാള് വന്നേ. അന്ന് മായക്കത്തിൽ കോയ ഉസ്താദോരെ അരികിൽ വന്നാരോ മൊഴിഞ്ഞിടുന്നേ, നിങ്ങളെ അഭിലാഷം പൂക്കുന്ന നാള് വന്നേ. കിനാവിലാണ് ആദ്യം വിവരം കിട്ടിയത്. മകൻ പ്രസവിക്കാൻ പോണ മകൻ വലിയ ബറക്കത്തുള്ള. അങ്ങനെ കിനാവിനൊക്കെ വല്ല അടിസ്ഥാനമുണ്ടോ? ഉണ്ട് എന്നാണ് സ്വഹീഹുൽ ബുഖാരിയിലുള്ളത്, അല്ലേ? അല്ലാഹുവിന്റെ റസൂലുള്ളാഹിയുടെ ഹദീസാണ്. എന്ത്? നുബുവത്ത് അവസാനിച്ചു പോയി. സ്വഹീഹുൽ ബുഖാരിയാണ്. ഇല്ലൽ മുബശ്ശിറാത്ത്, ചില സന്തോഷങ്ങൾ ഒഴികെ. ഖാലു വമൽ മുബശ്ശിറാത്ത്, എന്താണ് നബിയെ ആ സന്തോഷം? നുബുവത്തുമായി ബന്ധപ്പെട്ട അവസാനിക്കാത്ത സന്തോഷ വാർത്തകൾ അതെന്താണ് നബിയെ? ഖാല, റസൂലുള്ളാഹിയുടെ മറുപടി, അർറുഇയാ അസ്സാലിഹത്തു, നല്ല മനുഷ്യന്മാര് കാണുന്ന നല്ല കിനാവുകളാണ്. ആര് പറഞ്ഞു? മുത്ത് മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ സ്വലാത്തൊന്ന് ഉറക്കനെ ചൊല്ലിക്കാൻ എണീച്ചിക്കാൻ പറ്റുമോ? ഏതായാലും ഭയങ്കര ചൂടാണ്. കുറച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഫ്രീ ആയിട്ട് വെള്ളം കിട്ടും. ഒരു സ്വലാത്തിൽ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു. അള്ളാഹു സ്വലാത്ത് കബൂലാക്കണേ അല്ലാഹ്. ഞാൻ മുമ്പ് കണ്ടപ്പോഴുള്ള മാതിരിയല്ല. നമ്മൾ അബൂബക്കർ സഖാഫിക്ക് ക്ഷീണം വന്നു, ഷുഗർ വന്നു പോയില്ലേ? അള്ളാഹു താലൊക്കെ എല്ലാ ക്ഷീണങ്ങളും മാറ്റി കൊടുക്കണേ അല്ലാഹ്. കുറച്ചുകൂടി പറഞ്ഞ് നിർത്തിയാണ് ഇൻഷാ അല്ലാഹ്. ബർക്കത്തിന് വേണ്ടിയുള്ള പറച്ചിലാണ് ഇതൊക്കെ. ആർക്ക് ബർക്കത്ത്? നമ്മക്ക് ബർക്കത്ത്. അള്ളാഹു താല ബർക്കത്ത് നൽകുമാറാകട്ടെ. എന്നിട്ട് പിന്നെ പറയാണ്, ഹജ്ജ് ശൈഖ് തിരിച്ചെത്തി വീട്ടിൽ കടന്നപ്പോ വിവരം കിട്ടി, മകൻ ജനിച്ചിട്ടുണ്ട്, ബറക്കത്തുള്ള മോൻ ജനിച്ചിട്ടുണ്ട്. വീട്ടിൽ വന്ന് മകനെ വാരിയെടുത്തു. ശൈഖ് തിരിച്ചെത്തി വീട്ടിൽ കടന്നപ്പോൾ ആരംഭപ്പൂമോനെ നെവറി കുളിർത്തോവർ. കുറച്ച് അറബിയുടെ വാക്ക്, ഞാൻ മൊയ്ലിയന്മാരെ പറ്റി പറയല്ല, ഇതൊക്കെ കുറച്ച് അറബി വാക്ക് അറിഞ്ഞെങ്കിലേ പുറത്തം കിട്ടുള്ളൂ. ആരംഭപ്പൂമോനെ നെളറി എന്ന് പറയുന്നുണ്ട്. നെളറി, ആരംഭപ്പൂമോനെ നെളറി എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായോ നെളറി എന്നതിൻ്റെ അർത്ഥം? അതെ, നിങ്ങൾ ദർസിൽ കുറച്ച് ഓതിയതുകൊണ്ട് പിടുത്തം കിട്ടിയത്. അത് നെളറി എന്ന് പറഞ്ഞാൽ നോക്കിയത്. ഈ അറബി ഭാഷ കുറച്ചറിയില്ല, അതുകൊണ്ട് ദർസിൽ കുറച്ചെങ്കിലും നമ്മളെ മക്കളൊക്കെ വിടണം. കുഞ്ഞിനങ്ങനെ സ്നേഹത്തോടെ നോക്കുമ്പോൾ നെളറി കുളിർത്തോവർ, മനസ്സിൽ കുളിർമണ്ടായി. സന്തോഷത്താലെ മകനെ എടുത്തിട്ട് ഹജ്ജ് കഴിഞ്ഞ് വന്നിട്ട്, ഈ പാട്ടിലത് പറഞ്ഞിട്ടുണ്ടോന്ന് അറിയില്ല, ഹജ്ജ് കഴിഞ്ഞ് വന്നിട്ട് കോട്ടയത്തേക്ക് ഓടി, തലശ്ശേരി കോട്ടയത്തേക്ക് ഓടി. ശൈഖുനയോട് അടുത്തേക്ക് എത്തിയപ്പോൾ ശൈഖുന പറയാണ്, മകൻ ജനിക്കാൻ പോവാണ്. കോട്ടയത്തെ ശൈഖുന പറയാണ്, പേര് മുഹമ്മദ് അബൂബക്കർ എന്ന് ഇടണം. അതേ മക്കയിൽ നിന്ന് കിനാബ് കണ്ടിട്ടുണ്ട്. ശൈഖുന ഞണ്ടാടി ശൈഖ് നേരിൽ പറഞ്ഞിട്ടുമുണ്ട്, ഈ എല്ലാം ഒന്ന് തന്നെ മുഹമ്മദ് അബൂബക്കർ. അങ്ങനത്തെ പേര് ഇപ്പോൾ ആർക്കെങ്കിലും ഉണ്ടോ? 25 വയസ്സിൻ്റെ താഴെയുള്ള കുട്ടിയൊക്കെ നമ്മളെ മക്കൾക്കുണ്ടോ മുഹമ്മദ് അബൂബക്കർ എന്ന് പേര്? ഇല്ല. ഉണ്ടോ?
നമ്മളെ മക്കൾക്കില്ല. പഴയ കാലത്തുള്ള മാതിരത്തെ പേരൊക്കെ ഇപ്പം ഉണ്ടോ? അൽഹംദുലില്ലാ, എനിക്കും ഒരു അഭിമാനമുണ്ട്. മുഹമ്മദ് അബൂബക്കർ എന്ന പേര് എൻ്റെ കൂടെ മർക്കസിൽ പഠിച്ച ആളാണ്. ആര്? നമ്മളെ ബഹുമാനപ്പെട്ട പതിമംഗലം അഷ്റഫ് സഖാഫി ഉസ്താദ്. അൽഹംദുലില്ലാ, ഒരുപാട് കാലം അവർക്ക് നമുക്ക് എല്ലാവർക്കും ഞങ്ങൾ ഒരുമിച്ച് സനത് വാങ്ങിയതുമാണ്. ഒരുമിച്ച് സനത് വാങ്ങിയത് 1996 മർക്കസിൻ്റെ സമ്മേളനം നടന്നിട്ട് ഒരു ചരിത്ര സംഭവം നടന്ന ഒരു കൊല്ലം അന്ന് മാത്രമാണ്, 96 മാത്രമാണ്. എന്താ കാരണം എന്നറിയോ? ആ ഒരു ഇംഗ്ലീഷ് കൊല്ലത്തിൽ 2 സമ്മേളനം നടന്നു അല്ലേ? മർക്കസിൻ്റെ സമ്മേളനം 1996 മാത്രമാണ് 2 സമ്മേളനം നടന്നത്. അതിൽ 2ാമത്തെ സമ്മേളനത്തിൽ സനത് വാങ്ങിയ ആൾക്കാരാണ് ഞങ്ങൾ രണ്ടാളും. നിങ്ങളെ മോൻക്ക് അങ്ങനെ പേരുണ്ടല്ലേ, ഷെയ്ഖുനയുടെ പൊരുത്തം. ആ മോൻക്ക് അള്ളാഹുവെ നൽകണേ അള്ളാഹ്. നമ്മളെല്ലാവരും ആൺമക്കൾക്കും പെൺമക്കൾക്കും അള്ളാഹുവെ ഷെയ്ഖുനയുടെ പൊരുത്തം നൽകണേ അള്ളാഹ്. ഷെയ്ഖുനയുടെ പൊരുത്തം നൽകണേ അള്ളാഹ്. ഞാൻ തമാശയ്ക്ക് വേണ്ടി പറയല്ല. നമ്മൾ 25 വയസ്സിൻ്റെ താഴെ എവിടെയെങ്കിലും ഉണ്ടോ? ഇബ്രാഹിം എന്ന കുട്ടി ഇല്ല. ഇസ്മായിൽ എന്ന കുട്ടി ഇല്ല. മൂസ എന്ന് പേരുള്ള ഒരാൾ ഉണ്ടോ? ഇല്ല. യഹ്യ, സക്കരിയ, അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി ഇല്ല. പിന്നെ എങ്ങനെ മക്കൾ നന്നാകുക? ഒരാളിപ്പോൾ മൂപ്പര് പറഞ്ഞു, അഷ്റഫ് സഖാഫി പറഞ്ഞു എൻ്റെ മോനുണ്ട്. ഈ കുട്ടിൻ്റെ പേര് മുഹമ്മദ് അബൂബക്കർ. മാഷാ അല്ലാഹ്. നിങ്ങൾ പേരക്കുട്ടിയാ? നിങ്ങളെ കുട്ടിയാ? അള്ളാഹു തആല ഷെയ്ഖുനയുടെ കൂടെ സ്വർഗത്തിൽ ആ കുട്ടിക്കും ആ കുട്ടിൻ്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്കും സ്വർഗത്തിലെത്താൻ തൗഫീഖ് ചെയ്യണേ അള്ളാഹ്. തൗഫീഖ്. നിങ്ങളെല്ലോണം ആമീൻ പറഞ്ഞോളൂ. ഞാൻ നിങ്ങളോട് ദേഷ്യം ഉണ്ടായതുകൊണ്ട് പറയല്ലേ ആമീൻ പറയാൻ. എൻ്റെ ദുആ സ്വീകരിക്കപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ ആരെങ്കിലും ഒരു ആമീൻ കൊണ്ട് സ്വീകരിച്ചാലോ അള്ളാഹു കബൂലാക്കണേ അള്ളാഹ്. അള്ളാഹ് കബൂലാക്കണേ അള്ളാഹ്. ഇൻഷാ അല്ലാഹ് കുറച്ച് കഴിഞ്ഞാൽ അടുത്ത പരിപാടി തുടങ്ങും. അതുവരെ ഞാൻ പറയുള്ളൂ, ഏറ്റം കറാമത്തും ഇൽമും ഫളിലുള്ള അവർ 105-ാമേ സിന്നിൽ വഫാത്തായോർ മടവൂരപ്പള്ളിൻ്റെ മാമീലി ആയിട്ട് ഷറഫായ മഖ്ബറ തന്നിൽ അണഞ്ഞോവർ ആയിഷ ബീവിയിൽ ശൈഖുന കൂടാതെ. ഈ ഷെയ്ഖുനയുടെ ഉമ്മയാണല്ലോ ആയിഷ ബീവി. അവർക്ക് എത്ര മക്കളുണ്ട് എന്നല്ല ഇത് നോക്കിയാൽ മതി. ഈ മാലയിലുണ്ട്. ഇതിപ്പോൾ പ്രിന്റിംഗ് ഇല്ലല്ലോ അല്ലേ? ഇല്ല. ആയിഷ ബീവിയിൽ ശൈഖുന കൂടാതെ 40 ഓരാണുമേ ഉള്ളോവർ. ഈ ആയിഷ എന്ന് പറയുന്ന ബറക്കത്താക്കപ്പെട്ട ഉമ്മാക്ക് ഷെയ്ഖുനയെ കൂടാതെ 40 ഉണ്ട്. അതായത് 4 പെൺകുട്ടികളുണ്ട്, ഒരാണും ഉണ്ട്. ആ ഒരാണിൻ്റെ പേരാണ് സൈനുദ്ദീൻ മുസ്ലിയാർ നവറല്ലാഹു മർഖദ. അല്ലാഹു തആല ദറജനെ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. ആ സൈനുദ്ദീൻ മുസ്ലിയാർ റളിയല്ലാഹു അൻഹുവിൻ്റെ മോനാണ് ഈ ഇരിക്കുന്ന അബൂബക്കർ സിദ്ദീഖ് സഖാഫി. ഇപ്പം എന്തേ പറഞ്ഞ മനസ്സിലായി നിങ്ങൾക്ക്? ആയിഷ എന്ന് പറഞ്ഞ ആ ഉമ്മാക്ക് എത്ര മക്കളാ? 4 മക്കളല്ലേ? കണ്ട, എല്ലാവർക്കും മനസ്സിലായി സംഗതി. അതാണ് നമുക്ക് മനസ്സിലാകൽ കുറച്ച് കൂടുതലാണ്. 4 പെൺകുട്ടികളും 2 ആൺകുട്ടികളും. അതാ എൻ്റെ റെഡിയായ ഉത്തരം. അല്ലാഹു തആല നിങ്ങൾക്ക് 4 2 6 ഉണ്ടാവും. അത് തന്നെ. അല്ലാഹു തആല നിങ്ങൾക്ക് വലിയ ബർക്കത്ത് നൽകണേ അല്ലാഹ്. നിങ്ങളെപ്പോലത്തെ ആൾക്കാരെ ബർക്കത്ത് കൊണ്ട് നമുക്ക് എല്ലാവർക്കും ബർക്കത്ത് നൽകണേ അല്ലാഹ്. 4 പെണ്ണും 2 ആണും ഉണ്ട്. 4 പെണ്ണ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ പിന്നെ ഷെയ്ഖുന ഉണ്ടാവുമോ? നല്ല കഥ. ആകെ 4 കുട്ടികൾ 4 പെൺകുട്ടികൾ മാത്രമാണെങ്കിൽ പിന്നെ ഷെയ്ഖുനാനെ പറ്റിയല്ലേ നമ്മൾ ചർച്ച വിഷയം. അപ്പം 4 2 ആർക്ക്? ആയിഷ എന്ന് പറയുന്ന ആ ഉമ്മാക്കാണ്. ഷെയ്ഖുനയുടെ ബാപ്പാക്കല്ല. ഷെയ്ഖുനയുടെ ബാപ്പാക്ക് 6 1 7 മക്കളുണ്ട്. ആ ഏറ്റവും മൂത്ത മോൻ്റെ പേരെന്താ? കുഞ്ഞുമായും കോയ മുസ്ലിയാരെ ഏറ്റവും മൂത്ത മോൻ. അവരെ ഉമ്മ വേറെയാണ്. ആ മൂത്ത മോനാണ് പിന്നെ അവിടെ താമസമാക്കിയത്, കളപ്പിലാവിൽ താമസമാക്കിയതിലെ ആര്? മുഹമ്മദ് മുസ്ലിയാർ. സുഹൃത്തുക്കളെ, ലോകപ്രസിദ്ധരാം ശൈഖ് സിയം ഓര് മടവൂരിൽ ബജ്പനിൽ വിദ്യ നേടിയോവർ. മടവൂരിൽ ബജ്പനിൽ വിദ്യ നേടിയോർ. അതിൻ്റെ അർത്ഥമൊക്കെ എന്താണെന്ന് അറിയണമെങ്കിൽ ഇതിൻ്റെ മുസന്നിഫിനോട് തന്നെ ചോദിക്കണം. മുസന്നിഫിൻ്റെ വാട്സാപ്പ് നമ്പർ കിട്ടാത്തതുകൊണ്ട് ചോദിക്കാൻ പറ്റിയിട്ടില്ല. ഏതായാലും ഭാഷകൾ നൽവണ്ണം വശമാക്കി ശൈഖവർ. അറബിയും ഉറുദുവും ഇംഗ്ലീഷ് അറിയുന്നവർ. അറബി, ഉറുദു, ഇംഗ്ലീഷ് ആൾക്കാരോട് സംസാരിക്കലന്നെ നല്ല ശുദ്ധ മലയാളത്തിലല്ലേ. അഹദവൻ അവരിൽ കൊടുത്തുള്ള പോരീഷ
ലംഘിത്തിളങ്ങി ബദർ പോൽ ശോഭിച്ചവർ. ഇൽമിനായി ആദ്യമായി തന്നാട്ടിൽ തന്നെയായി അവർ മുസ്ലിയാരെ തിൽമീദായി തീർന്നോർ. ബാപ്പയാണ് ഒന്നാമത്തെ ഗുരു. അതിനുശേഷം മടവൂര് പള്ളിയിലുള്ള ഉസ്താദാണ് ആര്? അവറാം മുസ്ലിയാർ. പിന്നെ മടവൂരിലെ മുദരിസാണ് മലയമ്മ അബൂബക്കർ മുസ്ലിയാർ. പിന്നെ അവിടത്തിൽ മുദരീസ മലയമ്മ അബൂബക്കർ മുസ്ലിയാരിൻ കീഴിൽ പഠിത്തോവർ. മലയമ്മ കൂട്ടത്തിൽ കൊടുവള്ളി അന്നാട്ടിൽ അവർ കീഴിൽ ഇൽമ് തുടർന്നും നേടിയോവർ. ഈ മലയമ്മ അബൂബക്കർ മുസ്ലിയാർ എന്ന് പറഞ്ഞ ഉസ്താദിന്റെ കൂടെ പിന്നെ എങ്ങോട്ട് പോയി? മലയമ്മ കൂട്ടത്തിൽ എന്ന് പറഞ്ഞാൽ അതൊരു കൂടല്ല, ആ ഉസ്താദിന്റെ കൂടെ പോയി എന്നതിൻ്റെ മായന. എവിടേക്ക് പോയി? കൊടുവള്ളിയിലേക്ക് പോയി. മർക്കസിൽ അച്ചുള്ള സദറുൽ മുദരിസ് ഇമ്പിച്ചാലിയോറ് കീളെ മങ്ങാടോതി. ഇമ്പിച്ചാലി ഉസ്താദിന്റെ അടുക്കൽ മങ്ങാട് ഓതിയിട്ടുള്ള ആളാണ് ആര്? ശൈഖുനാ സിയം വലിയുള്ളാഹ്. താലിപ്പറമ്പിലും ഉള്ളാൾ ഷെരീഫിലും ബഅ്ദുകാലം ഇൽമ് ഹാസിലാക്കിയോവർ. ഇനി കേട്ടോളിട്ടോ, കൊയിലാണ്ടി അവിടെ തളിപ്പറമ്പിലും ഉള്ളാളത്തും ശൈഖുന സിയം വലിയുള്ള കിതാബ് ഓതിയിട്ടുണ്ട്. പിന്നെ കൊയിലാണ്ടി ഖാദിയാം കുഞ്ഞി മുഹമ്മദ് മുസ്ലിയാരിൽ നിന്നേറെ ഇൽമ് നുകർന്നവർ. ഞാനൊരു സത്യം പറയാണ്. ഈ റമദാനിൽ ഇപ്പം ഇക്കഴിഞ്ഞ റമദാനിൽ 3-ാമത്തെ വെള്ളിയാഴ്ച കൊയിലാണ്ടിയിൽ ഖൽഫാൻ മസ്ജിദിലാണ് എൻ്റെ പ്രസംഗം ഉണ്ടായത്. അവിടെ റമദാനിലൊരു വെള്ളിയാഴ്ച, ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച ഞാൻ ഉണ്ടാകാറ് പതിവുണ്ട്. അപ്പോൾ സംസാരത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ ഓരോന്ന് വന്നപ്പോൾ കൊയിലാണ്ടി ഖാദിയെ ഓർമ്മയില്ല എന്ന് ചോദിച്ചപ്പോൾ മർക്കസിൽ മുദരിസായിരുന്നു ആര്? കൊയിലാണ്ടി ഖാദി കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ. വലിയ ആലിമായിരുന്നു. അള്ളാഹു അവരെ ബഹുമാനിച്ചുകൊണ്ട് അവരെ പേര് പറയുന്നതിൻ്റെയും അവർക്ക് വേണ്ടി ഞാൻ ദ്വാരക്കണീൻ്റെ ഇടയിലാണ് ആ പേര് എനിക്ക് ഓർമ്മ വന്നത്. കൊയിലാണ്ടി ഖാദി എന്ന് മാത്രമേ ഓർമ്മ വന്നിട്ടുള്ളൂ. ഷെയ്ഖുന സിയം വലിയുള്ളാൻ്റെ ഉസ്താദ കൊയിലാണ്ടിയിൽ ഖാദി ആയിരുന്നു. അവർ ആ ഖാദി വഫാത്തായതിനു ശേഷമാണ് ഇപ്പോഴത്തെ ഖാദിയായത്. ഇപ്പോഴത്തെ ഖാദിൻ്റെ പേരാണ് മുഹമ്മദ് കുട്ടി മുസ്ലിയാർ, ഇപ്പോഴത്തെ ഖാദി. അപ്പൊ കൊയിലാണ്ടി ഖാദി എന്താ പേര്? കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ. നിങ്ങൾ ഇറക്കിയ പുസ്തകത്തിലുണ്ടല്ലോ കൊയിലാണ്ടി ഖാദിനെ പറ്റി ഏതൊരു പുസ്തകത്തിൽ. ഏത് പുസ്തകത്തിലുള്ളത്? ഏതൊരു പുസ്തകത്തിൽ ചെറിയ സൂചന ഈ നാട്ടുകാരൻ മടവൂർക്കാരൻ ആലിക്കുട്ടി സഖാഫിയുടെ പുസ്തകത്തിലുണ്ട്. വലിയ ആലിമായിരുന്നു. അപ്പോൾ ഷെയ്ഖുനയുടെ ഉസ്താദുമാർ ആരൊക്കെയെന്ന് ചോദിച്ചാൽ, ഒന്നാമത് ഷെയ്ഖുനയുടെ ബാപ്പ. അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഈ മടവൂര് പള്ളിയിൽ മുദരിസായിരുന്ന അവറാം മുസ്ലിയാർ. അതൊക്കെ എന്ന് പറഞ്ഞാൽ അന്നത്തെ മുദരിസന്മാരാണ്. ഇന്നത്തെ എന്നെപ്പോലെ ഞാനും കുറച്ചു കാലം മുദരിസയിക്കണ്. ഇന്നത്തെ മുദരിസല്ല. കണ്ടോ, വ്യത്യാസമുണ്ട്, അതിൽ കഴമ്പുണ്ട്. അപ്പോൾ ചോദിച്ചു, ഇപ്പോഴത്തെ മൂല്യന്മാരൊക്കെ അങ്ങനെ തന്നെയെന്ന് സാധാരണക്കാരും വിചാരിക്കാതെ നിൽക്കണ്ട. ഇപ്പോഴത്തെ സാധാരണക്കാർക്ക് ഇന്നെ പോലത്തെ ആൾക്കാർക്ക് ധാരാളമാണ്. ഇന്നെ പോലത്തെ മുദരിസന്മാർ ധാരാളമാണ്. അന്നത്തെ സാധാരണക്കാർക്ക് അന്നത്തെ ആൾക്കാർ വേണ്ടിയിരുന്നു. മനസ്സിലായില്ലേ? ഇനി അത് വിചാരിച്ചിട്ട് നമ്മളെ കുറ്റം പറയാൻ നിൽക്കണ്ട. ഇപ്പോഴത്തെ മുദരിസന്മാരായ എന്നെ പോലത്തെ ആൾക്കാരെ കുറ്റം പറയാനും ആരും നിൽക്കണ്ട. ഇപ്പോഴത്തെ സാധാരണക്കാർക്ക് എന്നെ പോലത്തെ ഒരു ധാരാളമാണ്. അല്ലാഹു തആല എല്ലാവർക്കും റബ്ബേ നീ പൊരുത്തപ്പെട്ട ഇൽമു തഹ്ഖീഖ് ഏറ്റിത്തരണേ അല്ലാ. നല്ല കഴിവുള്ള ഇൽമുള്ളവരാക്കണേ അല്ലാ. ശൈഖുനയുടെ ചാരത്തേക്ക് ഞാൻ വരുമ്പോൾ, ഈ ചിറ്റടി മീത്തലിലേക്ക് വരുമ്പോൾ എൻ്റെ ഉമ്മ എന്നോട് പറഞ്ഞു, എൻ്റെ ഉമ്മാക്ക് ശ്വാസം മുട്ടലും ചുമയും തുടങ്ങിയിട്ട് മാസങ്ങളായി. ചുമ അങ്ങനെ തുടങ്ങിയാൽ, കുരക്കാൻ തുടങ്ങിയാൽ ഭയങ്കര കുരന്നെയാണ്. എൻ്റെ ഉമ്മ എന്നോട് പറഞ്ഞു, എൻ്റെ കുട്ടി അവിടെ പോയി വരുമ്പോഴേക്കും എൻ്റെ കുര മാറണം എന്ന് പറഞ്ഞു. അല്ലാഹു തആല ഈ ബഹുമാനപ്പെട്ട ശൈഖുനയുടെ കുടുംബത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ അവരെ ഉമ്മാമാടെ സഹോദരിയുടെ മോനാണ്. അവരെ ഉമ്മാമാടെ സഹോദരിയുടെ മോനാണ് ആര്?
ഷംസുൽ ഉലമ ഇ.കെ. ഉസ്താദ്, സത്യത്തിന് വേണ്ടി ഒരു പേടിയും പേടിക്കാതെ ഹക്ക് പറഞ്ഞ സൈഫുൽ ഇസ്ലാം ഇ.കെ. ഹസൻ മുസ്ലിയാർ, അവരുടെയും ആണ്ടിൻ്റെ മാസമാണ് ശവ്വാൽ മാസം. ഈ മാസം ഈ 70 ശുഹദാക്കൾ ഉഹദിൽ ഷഹീദായ മാസമാണ് ശവ്വാൽ മാസം. സയ്യിദുന ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു ഷഹീദായ മാസമാണ് ശവ്വാൽ മാസം. ശൈഖുനായുടെ ബറക്കത്ത് കൊണ്ട് അവിടുത്തെ ഉപ്പാപ്പമാര് പറമ്പത്ത് പള്ളിയിൽ അന്തിയുറങ്ങുന്ന മഹാന്മാരായ ഔലിയാഇൻ്റെയും ശുഹദാഇൻ്റെയും ബറക്കത്ത് കൊണ്ട് യാ അല്ലാഹ് യാ ഷാഫി യാ അല്ലാഹ്, എൻ്റെ ഉമ്മയടക്കം ആർക്കൊക്കെ എന്ത് രോഗം, അത് ഏത് വകുപ്പിൽ, സിഹർ വകുപ്പിലോ ശൈത്താൻ്റെ വകയിലോ ഹാസിദീങ്ങളെ വകയിലോ മറ്റെന്ത് വകയിൽ വന്നതാണെങ്കിലും എൻ്റെ ഉമ്മയുടെ രോഗമടക്കം എല്ലാ രോഗികളുടെ രോഗങ്ങളെയും ശിഫയാക്കണേ അല്ലാ, ശിഫ നൽകണേ അല്ലാ, ആജിലായ കാമിലായ ശിഫ നൽകണേ അല്ലാ, ഉത്തരം നൽകണേ റഹ്മാനേ. ബഹുമാനപ്പെട്ട അബൂബക്കർ മുസ്ലിയാർ, പിന്നെ മലയമ്മ അബൂബക്കർ മുസ്ലിയാർ അങ്ങോട്ട് പോയി, കൊടുവള്ളിയിലേക്ക് പോയി. ഇമ്പിച്ചാലി ഉസ്താദിൻ്റെയും ശിഷ്യനാണ്, കൊയിലാണ്ടി ഖാദിയുടെയും ശിഷ്യനാണ്. അന്നത്തെ വലിയ തലയെടുപ്പുള്ള വലിയ ആലിമീങ്ങൾ അടുക്കൽ നിന്ന് നല്ലോണം പഠിച്ചു. പല ഫന്നിൽ ഇൽമുകൾ നേടിയ ശൈഖുന വേലൂര് ബാഖിയാത്തിൽ പോയി വന്നോവർ. ഇതിലുള്ള മാതിരി ചെല്ല രീതി കിട്ടൂല. അപ്പം അതിൻ്റെ കോലം മാറ്റിയതാ, വാചകം മാറ്റിയതാ. ഇതിലുള്ള മാതിരി ആ ടൂണ് ശരിയാവില്ല. വേലൂര് ബാഖിയാത്തിൽ അപ്പം ഞാനവിടെ ചെറിയ മാറ്റം വന്നു. വേലൂര് ബാഖിയാത്തിൽ പോയി വന്നോവർ പല ഇൽമും പഠിച്ചു. ബഹുമാനപ്പെട്ട ശൈഖുന അദബീനാൽ മികവായി ഇൽമിലെ ബിത്തോവർ വാലിദുസ്താദന്മാർ റിളയും ഏറിയോവർ. ഉമ്മവാപ്പമാരെ പൊരുത്തം നല്ലോണം കിട്ടിയ, ഉസ്താദുമാരെ പൊരുത്തം അദബ് നല്ലോണം കിട്ടിയ, ഓതിയിടും കാലം ഈലാഹിൽ ആശിഖായി റബ്ബിനെ ഭയന്ന് തഖ്വാ മികത്തോവർ. അള്ളാനെ പേടിക്കുന്ന വലിയ മഹാനായിരുന്നു. ഓതുന്ന കാലത്ത് തന്നെ ഫർളുകൾ ഒഴിയാതെ വീട്ടിലെ അല്ലാഹു ജല്ല അല്ലാഹു ജല്ലല്ലാഹ് ജല്ല ജലാലുല്ലാഹ് സുൽത്താനുൽ ആരിഫീൻ സിയം ഖുത്ബുല്ലാഹ്. ഫർളുകൾ ഒഴിയാതെ വീട്ടിച്ചേറു സിന്നിൽ തന്നെ നഫിലുകൾ ഒക്കെ എടുത്തോവർ. ഇന്ന് പല കള്ള ഔലിയാക്കന്മാരും പല കള്ള ത്വരീഖത്തുകളും ഉള്ള കാലമാണ്. ഔലിയായി കഴിഞ്ഞാൽ പിന്നെ ശരീഅത്ത് വേണ്ട എന്ന് പറയുന്ന കാലഘട്ടമാണ്. ശൈഖുന എല്ലാ ഫർളും ഒരൊറ്റ ഫർളും ഒഴിവാക്കാതെ നാഫിലുകൾ, അതാ പറഞ്ഞത് തന്നെ നാഫിലുകൾ, ഫർളുകൾ ഒഴിയാതെ വീട്ടിൽ ചെറു സിന്നിൽ തന്നെ നാഫിലുകൾ ഒക്കെ എടുത്തോവർ. സുന്നത്തുകൾ ഒരുപാട് എടുത്ത മഹാനാണ്. വിനയം മിത്വ, അതുകൊണ്ടാണ് അവർക്ക് അല്ലാഹു ആ വലിയ മഹത്വം നൽകിയത്. ശൈഖുന കാരക്കുന്ന് മുഹമ്മദ് മുസ്ലിയാർ കാസർഗോഡ് ജില്ലയിൽ പടന്നയിൽ ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ വലിയ മുദർരിസാണ്. അടുത്ത കാലത്ത് ഒരു 10-15 കൊല്ലമായി അവർ വഫാത്തായിട്ട് അവരെ മകൻ ബഷീർ സഖാഫി, നമ്മളൊക്കെ കൂടെ മർക്കസിൽ പഠിച്ചതാണ്. ഇപ്പോൾ പാണ്ടിക്കാട് അൻസാർ എന്ന് പറഞ്ഞ സ്ഥാപനത്തിൻ്റെ വലിയ മുദർരിസാണ് കാരക്കുന്ന് മുഹമ്മദ് മുസ്ലിയാരെ മകൻ. ഒരുപാട് കിതാബ് അറബിയിലും മലയാളത്തിലൊക്കെ ഉണ്ടാക്കിയ ആളാണ്. ആ മുഹമ്മദ് മുസ്ലിയാർ പടന്നയിൽ ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം രാവിലെ സുബഹി കഴിഞ്ഞ് ദർസ് തുടങ്ങാനിരിക്കുമ്പോൾ വലിയൊരു ഭയങ്കര ക്ഷീണം. കിതാബ് ഓതി കൊടുക്കാൻ കഴിയുന്നില്ല, കിതാബ് മറിക്കാൻ വരെ സാധിക്കണില്ല, കിതാബ് കയ്യിലെടുക്കാൻ വരെ സാധിക്കണില്ല, ഒന്നിനും വയ്യ.
ഒരു കാര്യത്തിനും വയ്യ, എണീച്ച് നിൽക്കാൻ വയ്യ, സുന്നത്തിക്കരിക്കാൻ വയ്യ, ഭയങ്കര ക്ഷീണം. ഒരു കാര്യം ചെയ്യാൻ ശൈഖുന മമ്മൂട്ടി മൂപ്പൻ്റെ വീട്ടിൽ, ഇടിയങ്ങരയിൽ മമ്മൂട്ടി മൂപ്പൻ്റെ വീട്ടിൽ ജനങ്ങൾക്ക് സേവനം ചെയ്യുന്ന കാലാണ്. പക്ഷേ അന്നത്തെ കാലം ആരോടും ഒന്നും സംസാരിക്കാത്തൊരു കാലാണ്. എന്നാലും പോയി നോക്കാം. അങ്ങനെ കാസർഗോഡ് നിന്ന് കോഴിക്കോട് ട്രെയിൻ ഇറങ്ങണം. മഞ്ചേരി ഭാഗത്ത്, മഞ്ചേരിൻ്റെ കിഴക്ക് കാരക്കുന്ന് ആ ഭാഗത്താണ് അവരെ വീട്. അപ്പം എന്ത് ചെയ്യണം, കോഴിക്കോട്ട് ട്രെയിൻ ഇറങ്ങിയാൽ പിന്നെ അവിടുന്ന് ബസ്സിന് മഞ്ചേരിയിലേക്ക് പോകണം. ഇന്നും അങ്ങനെ തന്നെ മഞ്ചേരിക്കാർ പോകൽ. അപ്പം അങ്ങനെ കാസർഗോഡ് ട്രെയിൻ കാത്ത് നിൽക്കുകയാണ്, നാട്ടിൽ പോകണം. ഇടക്കൊന്ന് ശൈഖുനയെ കണ്ടിട്ട് സങ്കടം പറയണം. CM വലിയുള്ളാഹ് അവരോട് പറയണം, CM വലിയുള്ളാഹ്, CM വലിയുള്ളാഹ്, CM വലിയുള്ളാഹ്, അൽമദദ് യാ അല്ലാഹ്. ഞാൻ നിർത്തിയാണ്. CM വലിയുള്ളാഹ്, CM വലിയുള്ളാഹ്, CM വലിയുള്ളാഹ്, അൽമദദ് യാ അല്ലാഹ്. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനും കാത്തു നിൽക്കുമ്പോൾ ഒരാൾ, ഉസ്താദിനെ പരിചയമുള്ള ഒരാളുണ്ട് അവിടെ. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇങ്ങനെ, അക്കാലത്തൊക്കെ എന്താണ്, ഗൾഫിൽ നിന്ന് ആൾക്കാർ ഇങ്ങനെ വരുമ്പോൾ പലതും കൊണ്ടുവരുന്ന ഒരു കാലമാണ്. ഇപ്പം അങ്ങനെയൊക്കെ കുറവാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട ശൈഖുന അദ്ദേഹത്തിനോട്, ഉസ്താദിനോട് ചോദിച്ചു, കാരക്കുന്ന് മുഹമ്മദ് മുസ്ലിയാരോട് ചോദിച്ചു, എവിടേക്കാ പോണ്? ഞാൻ നാട്ടിൽ പോവാണ്, എനിക്ക് തീരെ സുഖമില്ല. ഇടക്കൊന്ന് കോഴിക്കോട്ട് ഇറങ്ങിയിട്ട് ശൈഖുനയെ കാണണം, CM വലിയുള്ളാനെ, CMനെ ഒന്ന് കാണണം. ഓക്കെ, ഏതായാലും നിങ്ങൾ പോവാണില്ലേ, എനിക്കിപ്പാണ്ട് പോരാൻ പറ്റാത്തൊരു കുറച്ച് അർജൻറ്റ് ഉണ്ട്. ഇതാ അപ്പം എന്താ പറയുക, കടലാസ് കൊണ്ട് പൊതിഞ്ഞിട്ടുണ്ട് ഒരു നല്ല, അക്കാലത്ത് വലിയ വിലപിടിപ്പുള്ള ഷർട്ടിൻ്റെ പീസ്, കുപ്പായത്തിൻ്റെ പീസ്. ഇത് ശൈഖുനാക്ക് കൊടുക്കാനുള്ളതാണ്, CMന് കൊടുക്കാനുള്ളതാണ്. പക്ഷേ എനിക്കിപ്പം അങ്ങോട്ട് പോരാൻ പറ്റൂല, ഞാൻ വലിയ തിരക്കാണ്, നിങ്ങൾ കൊടുക്കണം. ഓക്കെ, ഞാൻ കൊടുത്തോളാം. അങ്ങനെ വന്നിട്ട് ശൈഖുന എന്ന് ഞാൻ പറഞ്ഞ മുഹമ്മദ് മൗലിയെ പറ്റിയാണ്. മുഹമ്മദ് മുസ്ലിയാരുടെ ശിഷ്യനായ ബഹുമാനപ്പെട്ട തോട്ടുപോയിൽ അബ്ദുറഹ്മാൻ ഫൈസി ഉസ്താദ് എൻ്റെ ഉസ്താദാണ്. അതുകൊണ്ടാണ് കാരക്കുന്ന് മുഹമ്മദ് മുസ്ലിയാരെ പറയുമ്പോഴും ശൈഖുന എന്ന് കൂട്ടാൻ കാരണം. അള്ളാഹു അവരൊക്കെ കൂടെ നമ്മളെ ബഹുമാനപ്പെട്ട തോട്ടുപോയിൽ ഉസ്താദും മരിച്ചുപോയി. ഞാൻ പുതിയാപ്പിള ഇറങ്ങുമ്പോൾ വന്നിട്ട് ദ്വാരന്ന് തന്ന 2 ഉസ്താദുമാർ, ഒന്ന് എൻ്റെയും പതിമംഗലത്തിൻ്റെ ഒക്കെ ഉസ്താദായ വാളക്കുളം ബീരാൻകുട്ടി മുസ്ലിയാരാണ് ഒന്ന്. രണ്ടാമത് ബഹുമാനപ്പെട്ട തോട്ടുപോയിൽ അബ്ദുറഹ്മാൻ ഫൈസി ഉസ്താദാണ്. 2 പേരും മരിച്ചുപോയി. അള്ളാഹുവെ, അങ്ങനെ പലരും നമ്മളെ പഠിപ്പിച്ച ഉസ്താദുമാർ, നെല്ലിക്കുത്തി ഇസ്മായിൽ ഉസ്താദ് അടക്കം, പടനിലം ഹുസൈൻ ഉസ്താദ് അടക്കം, അതുപോലെ ഒരുപാട് ഉസ്താദുമാർ, ശൈഖുന ചെറുസോല കുഞ്ഞഹ്മദ് മുസ്ലിയാർ ഉസ്താദ് അടക്കം. അള്ളാഹു എല്ലാ ആലിമീങ്ങളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ, ഞങ്ങളെയും അവരെ കൂടെ ചേർക്കണേ റഹ്മാനെ. ഞങ്ങൾ മരിച്ചാൽ ഇതുപോലെ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന കോടിക്കണക്കായ മുഅ്മിനീങ്ങളെ ഖിയാമത്ത് നാൾ വരെ ഞങ്ങളെ മക്കൾ പരമ്പരകളിൽ നിന്നും അല്ലാത്ത മുഅ്മിനീങ്ങളിൽ നിന്നും നീ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണേ റഹ്മാനെ, ആമീൻ. കാരക്കുന്ന് മുഹമ്മദ് മുസ്ലിയാരെ കയ്യിൽ ഇത് കൊടുത്തു, ഈ കുപ്പായ ശീല. ഇതിങ്ങനെ പത്രക്കടലാസ് കൊണ്ട് പൊതിഞ്ഞിട്ട് അതും കയ്യിൽ കൊടുത്ത് അങ്ങനെ ട്രെയിൻ ഇറങ്ങി. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങിയിട്ട് ഇടിയങ്ങരക്ക് നടക്കുകയാണ്. നടന്ന് മമ്മൂട്ടി മൂപ്പൻ്റെ പുരയിൽ ചെന്ന് മമ്മൂട്ടി മൂപ്പനോട് പറഞ്ഞു, ശൈഖുനയെ ഒന്ന് കാണണം. മമ്മൂട്ടി മൂപ്പൻ പറഞ്ഞു, ആരെയും ഉള്ളിക്ക് കടത്തിവിടണ്ടെന്ന് പറഞ്ഞിക്കണ്. ആരും കടത്തിവിടണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് കയറാൻ ഒരു രക്ഷയില്ല. എന്നാലും നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി. ഞാൻ ശൈഖുനയുടെ കൂടെ, CMൻ്റെ കൂടെ വെല്ലൂർ ബാക്കിയാത്തിൽ പഠിച്ച ക്ലാസ്മേറ്റാണ്, കാരക്കുന്ന് മുഹമ്മദ് മുസ്ലിയാരാണ് എന്ന് ഒന്ന് ചെന്ന് പറഞ്ഞു നോക്ക്. ആരാരും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഇതൊക്കെ ശൈഖുന കേൾക്കുന്നുണ്ട്. ഈ മമ്മൂട്ടി മൂപ്പൻ ഉള്ളിക്ക് കടത്തി വിടുന്നില്ലെങ്കിലും ശൈഖുന പറഞ്ഞ് മൂപ്പരോട് വരാൻ പറ. മമ്മൂട്ടി മൂപ്പനോട് പറഞ്ഞു, മൂപ്പരെ ഉള്ളിക്ക് കയറ്റിവിട്. ബഹുമാനപ്പെട്ട കാരക്കുന്ന് മുഹമ്മദ് ഉസ്താദ് ഉള്ളിക്ക് കയറുമ്പോൾ ഇത് കയ്യിലുണ്ട് ശീല, ഈ വെള്ള പത്രക്കടലാസിൽ പിടിച്ചിരിക്കുന്ന ശീല കയ്യിലുണ്ട്. അസ്സലാമു അലൈക്കും, വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞ് സലാം മടക്കുമ്പോൾ
ബഹുമാനപ്പെട്ട കാരക്കുന്ന് മുഹമ്മദ് മുസ്ലിയാർ ഇതങ്ങോട്ട് കൊടുത്തപ്പോൾ വേറെ വർത്താനൊന്നുമില്ല. മുഹമ്മദ് മുസ്ലിയാരെ ഇതങ്ങോട്ട് വാങ്ങിയിട്ട് പറയാണ്, ഈ കുപ്പായ ശീലങ്ങോട്ട് ആ കടലാസ് കൊണ്ട് പൊതിഞ്ഞ കുപ്പായ ശീലങ്ങോട്ട് വാങ്ങിയിട്ട് പറയാണ്, അന്ത മസ്ഹൂർ, നിങ്ങൾക്ക് സിഹറി ഏറ്റിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ കുപ്പായ ശീല പൊതിഞ്ഞ പത്രക്കടലാസ് അതിങ്ങനെ ഒരുപാട് പീസാക്കിയിട്ട് ഒരൊറ്റ ഏറാണ് ജനലഴികൾക്കിടയിലൂടെ ഒരൊറ്റ ഏറ് പറയുമ്പോൾ പറയാണ്, അന്ത മസ്ഹൂർ, നിങ്ങൾക്ക് സിഹറി ഏറ്റിട്ടുണ്ട്. വഅന അബ്തൽതുഹു, ആ സിഹർ ഞാൻ ബാത്തിലാക്കിയിട്ടുണ്ട്. ശൈഖുന മുഹമ്മദ് മുസ്ലിയാർ പറയാണ്, ഓരോ ഈ പത്രം ഇങ്ങനെ കീറുമ്പോഴൊക്കെ എൻ്റെ തലയിൽ നിന്ന് ഇങ്ങനെ ഒരു വെയിറ്റ് ഇങ്ങനെ ഇറക്കി വെക്കും പോലെ അത് പുറത്തേക്ക് അങ്ങോട്ട് വലിച്ചെറിയലോടുകൂടെ പിന്നെ എനിക്കൊരു പ്രയാസവുമില്ല, സിഹർ ബാത്തിലായിപ്പോയി. അതുകൊണ്ട് എല്ലാ സിഹറും റബ്ബേ മഹാനവർകളെ കൊണ്ട്, അവരെ ഉപ്പാപ്പമാരെ ബറക്കത്തുകൊണ്ട്, അവരെ പേരമക്കളിൽപ്പെട്ട സ്വാലിഹീങ്ങളെ ബറക്കത്തുകൊണ്ട് എല്ലാ സിഹറും ബാത്തിലാക്കണേ റഹ്മാനേ. ഔലിയാക്കൾ ചെയ്യണ പണി എന്താണ്? അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അല്ലദീന ആമനൂ, അവർ നല്ല ഈമാൻ ഉറച്ചവരാണ്. വകാനൂ യത്തഖൂൻ, അവർ തഖ്വയിൽ വളരെ മുമ്പന്തിയിലാണ്. പറയാൻ ടൈമില്ല, എത്രയോ ഔലിയാക്കളുടെ കറാമത്ത് ഇമാം നവവി തങ്ങൾ റിയാദുസ് സ്വാലിഹീൻ എന്ന കിതാബിൽ പറയുന്നുണ്ട്. ബാബു കറാമാത്തി അൽ ഔലിയാഇ വ ഫളിഹിം, ഔലിയാക്കളെ ഫളില്, ഔലിയാക്കളെ കറാമത്ത് ഞാൻ ചുരുക്കി പറയാണ്. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ സംഭവം സ്വഹീഹുൽ ബുഖാരിയിൽ നിന്ന് ഇമാം റിയാദുസ് സ്വാലിഹീൻ എന്ന കിതാബിൽ നവവി ഇമാം നഖൽ ചെയ്യുന്നുണ്ട്. കൂഫയിലേക്ക് ഉമർ ബിൻ ഖത്താബ് തങ്ങൾ സഅദ് ബിൻ അബി വഖാസ് തങ്ങളെ ഗവർണറാക്കുകയാണ്. സഅദ് ബിൻ അബി വഖാസ് തങ്ങളെപ്പറ്റി, കൂഫയിലെ ഗവർണറെ പറ്റി ഉമർ ബിൻ ഖത്താബിനോട് കംപ്ലൈൻറ്റ് പറഞ്ഞു. അപ്പോൾ ഉമർ ബിൻ ഖത്താബ് തങ്ങളോട് കംപ്ലൈൻറ്റ് പറഞ്ഞപ്പോൾ സഅദ് ബിൻ അബി വഖാസ് തങ്ങൾ ദുആയിരുന്നു, റബ്ബേ എന്നെപ്പറ്റി കംപ്ലൈൻറ്റ് പറഞ്ഞവൻ, അവൻ പറഞ്ഞത് കളവാണെങ്കിലും അവനെ ഒരുപാട് കാലം ദുനിയാവിലിട്ട് വഷളാക്കണേ അല്ലാ, ഒരുപാട് കാലം അവനെ വഷളാക്കണേ അല്ലാ. പിന്നെ എന്ത് സംഭവിച്ചു? പതിറ്റാണ്ടുകൾ പലതും കഴിഞ്ഞു. ഇത് സ്വഹീഹുൽ ബുഖാരിയിലുള്ളതാ. പതിറ്റാണ്ടുകൾ പലതും കഴിഞ്ഞു. ബഹുമാനപ്പെട്ട സഅദ് ബിൻ അബി വഖാസ് തങ്ങളെപ്പറ്റി കംപ്ലൈൻറ്റ് കൊടുത്ത ഈ മനുഷ്യൻ, അയാളെ കണ്ണുമ്മലുള്ള ഈ സാധനത്തിൻ്റെ പേരെന്താ? പുരികം അല്ലേ? ഈ പുരികം നീണ്ട് വളർന്ന് വലുതായി വന്ന് കണ്ണ് കാണാതെയായി. ബുഖാരിയിലുണ്ട് ആ സംഭവം. അത്രയും അയാൾക്ക് പ്രായമായ ടൈമിലും അയാളെ പണിയെന്താ? ഏതെങ്കിലും പെൺകുട്ടികളെ പിന്നാലെ നടക്കുക, കമൻ്റ് അടിക്കുക. അങ്ങനെ ഉണ്ടല്ലോ, ഈ പെൺകുട്ടികളെ കണ്ടാൽ കമൻ്റ് അടിക്കണം ചില മനുഷ്യന്മാർ. അത് ഇയാൾക്കാണെങ്കിലോ വയസ്സിങ്ങനെ നടുപ്പുറം വളഞ്ഞിട്ട്, വയസ്സായിട്ട് ഇയാൾക്ക് നടുപ്പുറം ഇങ്ങനെ വളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജനങ്ങൾ ചോദിക്കുക, മനുഷ്യ നിങ്ങൾക്ക് ഇത്രയും പ്രായമായില്ലേ, ഈ പെൺകുട്ടികളെ പിന്നാലെ ഇങ്ങനെ തമാശ പറഞ്ഞ് കമൻ്റ് അടിക്ക് നടക്കുമ്പോൾ ലജ്ജയില്ലേ എന്ന് പറയുമ്പോൾ ആ മനുഷ്യൻ പറയുന്ന മറുപടി ഇമാം ബുഖാരി തങ്ങളെ ജാമിഉ സ്വഹീഹിലുണ്ട്. അസ്വാബത്നി ദുആഉ സഅദിൻ, എനിക്ക് സഅദിൻ്റെ ദുആ കിട്ടിയതാ. സഅദ് ബിൻ അബി വഖാസ് തങ്ങളെ ദുആ കിട്ടിയതാ. ഈ മാലപ്പാട്ടിൽ തന്നെ പറയുന്നുണ്ട്, കാന്തപുരം ഉസ്താദ് ശൈഖുന കാന്തപുരം ഉസ്താദിനോട് പലപ്പോഴും CM വലിയുള്ളാഹ് പല ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട്, ഒരുപാട് സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കണ്ടോ, ദർസ് സ്ഥാപിക്കാനും പുഷ്ടിപ്പെടുത്താനും ഉത്സാഹം എപ്പോഴും പറഞ്ഞുമേ ചെയ്തോവർ മുബ്തദീഇനോട് തർക്കുൽ മുവാലാത്ത് ആദ്യന്തം ഹയാത്തിൽ കാട്ടിക്കൊടുത്തോവർ.
മുബ്തദിഈനോട്, വഹാബികളോട്, മൗദൂദികളോട് ഒരു നിലക്കുള്ള സ്നേഹവും വിട്ടുവീഴ്ചയും കാണിക്കാതെ, അവരോട് മിണ്ടാതെ, അവരോട് സന്തോഷത്തിൻ്റെ മുഖം കാണിക്കാതെ, അതായത് അവരെ കാണുമ്പോൾ ഒരു സന്തോഷത്തിൻ്റെ നോട്ടം നോക്കാതെ, അതാണ് തർക്കുൽ മുവാലാത്ത്. അങ്ങനെ ജീവിച്ച് കാണിച്ച ആളാണ് ബഹുമാനപ്പെട്ട ശൈഖുന. വഹാബികൾക്ക് പ്രവേശനമില്ല, അതുപോലെ ഗൈറു മുസ്ലിമിനും പ്രവേശനമില്ല. ഈ മാലയിൽ തന്നെ പറയുന്നുണ്ട്, അങ്ങനെ ജീവിച്ച ബഹുമാനപ്പെട്ട ശൈഖുന, അങ്ങനെ തന്നെ വഫാത്തായ ബഹുമാനപ്പെട്ട ശൈഖുന മൗലാന എ.പി.എ കാന്തപുരത്തിന് 30 ഹുബ്ബ് പകർന്നോവർ. 30 കൊല്ലം ശൈഖുന തന്നെ പറയണത് കേട്ടിട്ടുണ്ട്. ശൈഖുന കാന്തപുരം ഉസ്താദ് പറയുന്നത് പലപ്പോഴും നമ്മൾ കേട്ടതാണ്. പൂനൂര് വാദപ്രതിവാദത്തിൻ്റെ സമയത്ത് ബുഖാരി സബക്കിലല്ലേ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, എല്ലാ കൊല്ലം ഉസ്താദ് പറയലുണ്ടാവും. പൂടൂര്, പാലക്കാട് പൂടൂര് വാദപ്രതിവാദത്തിൻ്റെ സമയത്ത് ഇ.കെ. അസം മുസ്ലിയാരില്ല, അതോട് നിർത്തുകയാണ്. ഇ.കെ. അസം മുസ്ലിയാരില്ല, ഹജ്ജിന് പോയതാ. അപ്പോൾ വഹാബികൾ ഇങ്ങനെ വലിയ അഹങ്കാരത്തോടു കൂടി നിൽക്കുന്ന സമയത്ത് എൻ്റെ സദസ്സിൽ കുറച്ച് ചെറുപ്പക്കാരുള്ളത് കൊണ്ട് അവർ കേൾക്കാൻ വേണ്ടി ഞാൻ പറയാണ്. അങ്ങനെ എന്തായി, എല്ലാവരും കൂടി തീരുമാനിച്ചു എ.പി.എ പറഞ്ഞേക്കാം. എങ്ങോട്ട്? വഹാബികളോട് വാദപ്രതിവാദത്തിന് സംസാരിക്കാൻ എ.പി.എ പറഞ്ഞേക്കണം എന്ന് ആരാ തീരുമാനിച്ചത്? ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ സെക്രട്ടറിയായ, കണ്ണിയത്ത് ശൈഖുന കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ പ്രസിഡൻ്റായ, അങ്ങനെയുള്ള വലിയ വലിയ ആലിമീങ്ങളൊക്കെ കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ. ഞാൻ നാളെ കോട്ടുമല ഉസ്താദ് പറഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞ്, കോട്ടുമല ബാപ്പൂലേരല്ലേ എന്ന്. ഒരാൾ ഇപ്പോഴത്തെ ബാപ്പൂലേരാരുണ്ട്, ബാപ്പൂലേരല്ല, കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ. അങ്ങനത്തെ വലിയ വലിയ ആലിമീങ്ങളൊക്കെ ഉള്ള സമയത്ത് സമസ്ത തീരുമാനിച്ചതാ പാലക്കാട്ടേക്ക്. അസമുലേരില്ല. അസമുലേർ എവിടെയാണ്? മുജാഹിദ് പ്രസ്ഥാനം മുഖാവരണം ഇല്ലാതെ എന്ന് പറഞ്ഞിട്ട് മടവൂർക്കാരനായ ഒരു സഖാഫിക്ക് ഒരു പുസ്തകമുണ്ട്. അതിലില്ലേ അതൊക്കെ ഉണ്ടാവും, അക്കയിലുണ്ടാവും. അങ്ങനെന്താ ഈ ബഹുമാനപ്പെട്ട എ.പി. ഉസ്താദ് പറഞ്ഞു കേട്ടതാണ്. എ.പി. ഉസ്താദ് പറഞ്ഞു കേട്ടതാണ് എന്ത്? ഒരുപാട് അങ്ങനെ കാന്തപുരം ഉസ്താദിനെ മുജാഹിദിനോട് മറുപടി പറയാൻ വേണ്ടി തീരുമാനിച്ചു, ഉറപ്പായി. പക്ഷെ ശൈഖുനയോടൊന്ന് പറയണം. CM വലിയുള്ള കണ്ടോ ഈ മാലയിൽ പറഞ്ഞ പോലെ 30 കൊല്ലം ശൈഖുന എ.പി. ഉസ്താദിനെ മഹബത്ത് വെച്ച ആളാണ്. ആര്? 30 കൊല്ലം ഉപദേശം കൊടുത്ത ആളാണ്. ആര്? ബഹുമാനപ്പെട്ട മടവൂര് CM വലിയുള്ള മൗലാന എ.പി.എ കാന്തപുരത്തിന് 30 ഹുബ്ബ് പകർന്നോവർ. ഔലിയാക്കന്മാരെ ഏറെ ഖസസുകൾ മറ്റും പല ഇൽമ് അവരെ അറിയിത്തോവർ. ഇനിയും കാന്തപുര ഉസ്താദിന് കൊടുത്ത മഹബത്തിൻ്റെ ചിത്രങ്ങൾ അടുത്ത വരിയിലൊക്കെ ധാരാളം പറയുന്നുണ്ട്. അങ്ങനെ പൂടൂര് വാദപ്രതിവാദത്തിന് പോവാണ്. കാന്തപുര ഉസ്താദ് എന്ത് ചെയ്തു? ഒരുപാട് സ്ഥലത്ത് തെരഞ്ഞുപോയി. ആരെ? ശൈഖുന CM വലിയുള്ളാനെ തെരഞ്ഞുപോയി. ഇത് കാന്തപുര ഉസ്താദ് പറയണത് നേരിട്ട് ഞാൻ കേട്ടതാണ്, പലപ്പോഴും കേട്ടതാണ്. സുഹൃത്തുക്കളെ, മുഅ്മിനീങ്ങളെ, എവിടെ ചെന്നാലും പറയും ഇതുവരെ ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പാണ് പോയല്ലോ. ഇപ്പൊ ഇന്ന സ്ഥലത്ത് താമരശ്ശേരി ചെന്നാൽ പറയും താമരശ്ശേരി ഇപ്പൊ കോഴിക്കോട്ട് കണ്ടു പോയല്ലോ, കോഴിക്കോട് എന്നാൽ പറയും എന്താ ഇവിടെ നിപ്പാണ്ട് പോയല്ലോ, കൊയിലാണ്ടി പോയല്ലോ. അത് ഉദാഹരണത്തിന് പറയാണ്, കൊയിലാണ്ടി താമരശ്ശേരി ഉദാഹരണം പറയാം. ചുരുക്കി പറഞ്ഞ ഒരു രക്ഷയില്ല. അങ്ങനെ ഏതായാലും പാലക്കാട് മഞ്ഞക്കുളം ഹുസൈൻ വലിയുള്ള ഖാജാ ഹുസൈൻ റളിയല്ലാഹുവിന്റെ ദർഗയിൽ പോയി സിയാറത്ത് ചെയ്തിട്ട് ഏതായാലും വാദപ്രതിവാദത്തിലേക്ക് പോകാം. പാലക്കാടിന്റെ കുറച്ച് കിഴക്കാണ് ഏത്? പൂടൂര്. പാലക്കാടിന്റെ കുറച്ച് പടിഞ്ഞാറാണ് പൂടൂര്. അങ്ങനെ ഏതായാലും ഖാജാ ഹുസൈൻ തങ്ങളുടെ അടുക്കൽ സിയാറത്തൊക്കെ ചെയ്ത് പുറത്തിറങ്ങാൻ നിൽക്കുമ്പോൾ, കാന്തപുരം ഉസ്താദ് പുറത്തിറങ്ങാൻ നിൽക്കുമ്പോൾ ഒരാൾ വന്നിട്ട് പറയുന്നു, എന്ത് നിങ്ങളെ ഒരാൾ അന്വേഷിക്കുന്നുണ്ട്. ആരാണ്? ഏതോ ഒരു അബ്ദുറഹ്മാനാണ്. നിങ്ങളെ കാണാൻ വേണ്ടി വന്നതാണ്. ദർഗന്റെ മഖാമിന്റെ പുറത്തുണ്ട്. അപ്പൊ ചെന്ന് നോക്കുമ്പോ ഈ പറഞ്ഞ അബ്ദുറഹ്മാൻ പറയാണ്, എന്നെ ശൈഖുന CM വലിയുള്ള പറഞ്ഞയച്ചതാണ്. നിങ്ങൾ ധൈര്യത്തിൽ പോയിക്കോളി, പൂടൂരിലേക്ക് പോയിട്ട് വാദപ്രതിവാദം നടത്തിക്കോളൂ. അള്ളാന്റെ സഹായം ഉണ്ടാകും, അള്ളാഹുവിന്റെ ഔലിയാക്കളെ സഹായം ഉണ്ടാകും. നിങ്ങൾ വിഷമിക്കണ്ട.
അത് കഴിഞ്ഞ് പൂടൂര് വാദപ്രതിവാദം വളരെ റാഹത്തായി എന്ന് മാത്രമല്ല ഒരുപാട് കുടുംബങ്ങൾ പാലക്കാട് പൂടൂര് എന്ന് പറഞ്ഞ ബഹ്റൈനിലല്ല ലണ്ടനിലല്ല വിസ വേണ്ട, രാവിലെ കോഴിക്കോട്ട് നിന്ന് ട്രെയിൻ കയറിയ ഉച്ചയാകുമ്പോഴേക്കും പാലക്കാട് വലവക്കോട് ഇറങ്ങാം. സുഹൃത്തുക്കളെ അവിടുന്ന് പോയാൽ മതി. ഈ പൂടൂര് എന്ന് പറഞ്ഞാൽ അവിടെ ചെന്നപ്പോൾ ഒരുപാട് വഹാബികളായ വീട്ടുകാര് സുന്നികളായി മാറി. സുന്നി പള്ളി ഉണ്ടായി. അതിനുശേഷവും ആ സംഭവം കഴിഞ്ഞതിന് ശേഷം ശൈഖുന എ.പി. ഉസ്താദ് നാട്ടിൽ വന്നപ്പോ കാന്തപുരത്ത് വന്നപ്പോ പനി പിടിച്ചു വല്ലാതെ ബേജാറായി. ആ പനിച്ച് വിറച്ച് അങ്ങനെ കിടക്കുമ്പോഴും ശൈഖുനയെ സി.എം. വലിയുള്ളാനെ കണ്ടു, കിനാവിൽ കണ്ടു. ഹയാത്തിലുള്ള ആളെ തന്നെ കിനാവിൽ കാണുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. കിനാവിൽ കണ്ടു, കിനാവിലും പറഞ്ഞു നിങ്ങൾ പേടിക്കണ്ട. വലിയ ചരിത്രമാണ്, ഞാൻ ചുരുക്കി പറഞ്ഞാണ്. ഉസ്താദ് പറഞ്ഞ പലപ്പോഴും നമ്മൾ കേട്ടതാ, വലിയ സംഭവമാണ്. ഉസ്താദ് എന്താ കാണുന്ന, കിനാവിൽ കാണുന്ന ഒരു മതിലിന്റെ അടുത്തുകൂടി ഞാനിങ്ങനെ ഓടുകയാണ്. ഉസ്താദ് പറയാണ് ബാക്കിൽ ഒരുത്തൻ എന്നെ പിടിക്കാൻ വേണ്ടി വരികയാണ്. കുറെ അങ്ങോട്ട് ചെന്നിട്ട് മതിൽ അങ്ങോട്ട് വളയാണ്. ആ വളന സ്ഥലത്ത് ഒരു കുഴിയുണ്ട്, ഒരു കുഴി. ആ കുഴി എടുത്തിട്ട് അങ്ങോട്ട് ചാടാൻ വേണ്ടി ഞാൻ നോക്കുമ്പോ എന്നെ ആ കുഴിയിൽ ചാടിക്കാൻ വേണ്ടി ഒരു ശത്രു ബാക്കിലുണ്ടല്ലോ. അപ്പോഴതാ ശൈഖുന സി.എം. വലിയുള്ള മുന്നിൽ വരുന്നു. അത് കഴിഞ്ഞിട്ട് അത് കിനാവിലാണ്. അത് കഴിഞ്ഞിട്ട് താമരശ്ശേരിയിൽ പിന്നെ ശൈഖുന സി.എം. വലിയുള്ളാനെ കാണാൻ പോയപ്പോ ആ സംഭവം നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ, എന്ത് ലാ തഖഫ് എന്ന് പറഞ്ഞില്ലേ, നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ ലാ തഖഫ് അമ്മൽ ആന ഫഖദ് ഖുൽതു ലാ തഹ്സൻ. അങ്ങനെയാണ് ഉസ്താദ് പറഞ്ഞ വാക്യമാണ് എന്റെ ഓർമ്മ. ഇപ്പോ ഞാൻ പറയുന്നു ലാ തഹ്സൻ എന്ന് കൂടി പറയുന്നു. നിങ്ങളോട് ഇന്നലെ ഞാൻ കിനാവിൽ പറഞ്ഞില്ലേ ലാ തഖഫ് പേടിക്കണ്ടെന്ന്. ഇപ്പോ ഞാൻ പറയുന്നു ലാ തഹ്സൻ ബേജാറാവും വേണ്ട. ഇന്നലെ കിനാവിൽ പറഞ്ഞില്ലേ, ഇന്നലെ കിനാവിൽ പറഞ്ഞത് ഞാൻ അറിഞ്ഞിട്ട് തന്നെയാണ് നിങ്ങൾ കണ്ടത്, എന്നെ കണ്ടത് എന്നാ പറഞ്ഞതിന്റെ വായന. അങ്ങനെ എപ്പോഴും ശൈഖുനയുടെ ഒരു കാവലുണ്ട്. ആർക്ക്? കാന്തപുരം ഉസ്താദിന്. അല്ലെങ്കിലും ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ് എന്ന് റസൂലുള്ളാഹിന്റെ ഹദീസാണ്, സ്വഹീഹാണ്. എന്ത് എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു വിഭാഗം അവരെപ്പോഴും ഹഖിന്റെ മേൽ ഉറച്ചു നിൽക്കുന്ന ഒരു വിഭാഗം എന്നും ഉണ്ടാകും. എത്ര വരെ? ഖിയാമത്ത് നാൾ വരെ. ആരും ഇല്ലാതാവുമ്പോഴാണ് ഖിയാമത്ത് നാളാവുക. അതുകൊണ്ട് ഒരു ഫാത്തിഹ ഓതിയിട്ട് നമ്മൾ ദുആ ഇരിക്കുക. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. ചിലപ്പോൾ ഇവിടെ തന്നെ ഉണ്ടാവും ശൈഖുന സി.എം. വലിയുള്ള വഫാത്തായപ്പോൾ ശൈഖുനയെ ഖബറിലിറക്കിയതും ശൈഖുനയുടെ സി.എം. വലിയുടെ ജനാസക്ക് നിസ്കാരത്തിനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം നൽകിയതും ആരൊക്കെയാണ്? യൂസുഫ് കോയ തങ്ങൾ, ജീലാനി തങ്ങൾ, കാന്തപുരം ഉസ്താദ്, അവേലത്ത് തങ്ങൾ, അങ്ങനെയുള്ള ഹാജിമാരും കോഴിക്കോട്ടുള്ള ശൈഖുനയുടെ ഖാദിമീങ്ങളും അങ്ങനത്തെ ഒരുപാട് ആൾക്കാർ. അവരാണ് ശൈഖുനയെ മറവ് ചെയ്തത്. സി.എം. വലിയുള്ളാന്റെ മേലിൽ മയ്യത്ത് നിസ്കരിച്ചത്, മയ്യത്ത് കുളിപ്പിച്ചതൊക്കെ കാന്തപുരം ഉസ്താദിനോട് ബന്ധപ്പെട്ടവരാണ്, യൂസുഫ് കോയ തങ്ങളാണ്. അതുകൊണ്ട് ആ ഇപ്പൊ ജീവിച്ചിരിക്കുന്നവർക്കും വൈലത്തൂര് തങ്ങൾ ഉൾപ്പെടെ അവേലത്ത് തങ്ങൾ ഉൾപ്പെടെ വഫാത്തായി പോയവർക്കും അവരെ കൂടെ ഞങ്ങൾക്കും സ്വർഗത്തിൽ ചേരാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ഒരു അലം നശ്റഹ് എന്നുള്ള സൂറത്ത് എല്ലാവരും ഓതണം. എന്നോട് കുണ്ടൂർ ഉസ്താദ് ഓതാൻ പറഞ്ഞ സൂറത്താണ് അലം നശ്റഹ്. അതുകൊണ്ട് നിങ്ങളൊക്കെ ഒന്ന് എണീച്ചു നിന്നാൽ തർക്കമില്ല ഇൻഷാ അല്ലാഹ്. അവിടെ ഉള്ളവരൊക്കെ ഒന്ന് വരി. മുതഅല്ലിമീങ്ങളൊക്കെ ഒരുപാടുണ്ട്. അല്ലാഹുവേ, ഞാനും ഒരു മുതഅല്ലിമാണ്. എല്ലാ മുതഅല്ലിമീങ്ങളെയും ശൈഖുനയുടെ പൊരുത്തം കിട്ടി മരിക്കുന്ന സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ റഹ്മാനേ, ഉൾപ്പെടുത്തണേ റഹ്മാനേ. അല്ലാഹുവേ, സദസ്സിലുള്ള പലരും പല വിഷമങ്ങളുള്ളവരാണ്. വയസ്സന്മാരുണ്ട്, സ്ത്രീകളും ആമീൻ പറയുന്നുണ്ട്. ശൈഖുനയുടെ പേരക്കുട്ടികളൊക്കെ ആമീൻ പറയുന്നുണ്ട്. അല്ലാഹുവേ, എല്ലാ കുട്ടികളെയും ബറക്കത്തുള്ള ഞങ്ങളൊക്കെ മക്കളെയും ശൈഖുനയുടെ പേരമക്കളെയും ശൈഖുനയുടെ വഴിയിൽ ബറക്കത്തുള്ള മക്കളാക്കണേ റഹ്മാനേ. കുണ്ടൂർ ഉസ്താദിന്റെ പേരിൽ ഒരു അലം നശ്റഹ് ഓതണം. ആരംഭപൂവായ മുത്ത് നബിയുടെ ഹദ്റത്തിൽ ചെന്നേത്താൻ
ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാ ആരംഭപ്പൂവായ ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാ സ്വല്ലി വസല്ലിം അലൈഹി യാ റബ്ബനാ അസ്കാ സ്വലാത്തില്ലാ അദ്വമാ നഹ്മദു യാ അല്ലാഹ്